നമസ്കാരം. ഏവർക്കും ഷെക്കേന ന്യൂസിൻ്റെ വിശ്വാസപരമായ സംശയങ്ങൾക്ക് ഉത്തരം നൽകുന്ന നൈറ്റ്സ് ടെംപ്ലറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം ജപമാല ഭക്തിയെക്കുറിച്ചാണ്. പലപ്പോഴും യുവജനങ്ങൾക്കിടയിൽ പല അഭിപ്രായങ്ങളും സംശയങ്ങളും ഉരുപ്പെടുന്ന ഒരു വിഷയമാണ് ജപമാല ഭക്തി. ഇന്ന് നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ട് ഇവിടെ ആയിരിക്കുന്നത് മുതിർന്ന മാധ്യമപ്രവർത്തകനും പുസ്തകരചയിതാവും അതിലെല്ലാം ഉപരി ഒരു മരിയൻ ഭക്തി പ്രചാരകനും കൂടിയായ ശ്രീ ടി ദേവപ്രസാദ് സാറാണ്. സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. ഓക്കെ സാർ, ആദ്യമേ തന്നെ ജപമാല ഭക്തി സഭയിൽ ആരംഭിക്കാനുണ്ടായ കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാമോ? 1214 വിശുദ്ധ ഡൊമിനിക്കിനാണ് ജപമാല വെളിപ്പെട്ട് കിട്ടിയത്. ജപമാല വിശുദ്ധ ഡൊമിനിക്ക് സ്പെയിനിലുള്ള ഒരു സന്യാസ വൈദികനായിരുന്നു. 1214 ആ കാലഘട്ടത്തില് സ്പെയിനിലും ഫ്രാൻസിന്റെ ചില ഭാഗങ്ങളിലുമൊക്കെ അൽബിജൻസിസ് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഭാഷാണ്ഡത അബദ്ധ സിദ്ധാന്തം പ്രചരിച്ചു. അൽബിജൻസിസിനെ കുറിച്ച് ചെറിയ വാക്കുകളിൽ പറയാം. അത് അൽബിജൻസിസ് ഭാഷാണ്ഡത അനുസരിച്ച് വിശുദ്ധമായ ജീവിതം എന്ന് പറയുന്നത് സന്യാസ ജീവിതമാണ്, അല്ലെങ്കിൽ വിവാഹം കഴിക്കാതെയുള്ള ജീവിതമാണ്. വിവാഹ ജീവിതം നയിക്കുന്നവരെല്ലാം പാപത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സ്വർഗത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ, വിശുദ്ധനാണെന്നുണ്ടെങ്കിൽ വിവാഹ ബന്ധങ്ങൾ വേർപിരിഞ്ഞ് ഒറ്റയ്ക്ക് ജീവിക്കണം, അല്ലെങ്കിൽ ഏകസ്ഥരായി ജീവിക്കണം, വൈവാഹിക ബന്ധമില്ലാതെ ജീവിക്കണം എന്നൊക്കെ സമൂഹത്തിൽ പറഞ്ഞു. ഒരുപക്ഷെ ഭക്തി തീഷ്ണത കൊണ്ടാവാം ധാരാളം ആൾക്കാർ അതിൽ ആകൃഷ്ടരാവുകയും വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തുകയും ഒക്കെ ചെയ്തു. വിവാഹ ബന്ധങ്ങൾ വേർപെടുത്താൻ ഈ ഭക്തിയുടെ ഒരു അടുത്ത സ്ഥലം ഉന്മാദം എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെയുള്ളവർ വളരെ തീവ്രവാദികളായി ഒന്നിച്ച് ജീവിക്കുന്നവരെ അകറ്റാനും ഒക്കെ ശ്രമിച്ചു. ഈ കാലഘട്ടത്തിൽ വിവാഹം തിരുസഭയുടെ ഒരു കൂദാശയാണെന്നും അത് എല്ലാ കൂദാശകളെയും പോലെ പരിശുദ്ധമാണെന്നും വിവാഹബന്ധം തിരുസഭയിലും ദൈവത്തിന്റെ പദ്ധതിയിലും ഉള്ളതാണെന്നും ഒക്കെ പഠിപ്പിച്ചിട്ട് ആരും സ്വീകരിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് വിശുദ്ധ ഡൊമിനിക്കും അദ്ദേഹത്തിന്റെ ബിഷപ്പും ഒക്കെ സഭയുടെ പ്രബോധനങ്ങൾ പഠിപ്പിക്കാൻ നാട്ടിലാകെ പ്രസംഗങ്ങളും ഒക്കെ നടത്തി. പക്ഷെ യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 1214 പ്രോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, ടുളൂസിന്റെ അടുത്ത് പ്രോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു വനത്തില് ഈ വിശുദ്ധ ഡൊമിനിക്ക് 3 ദിവസത്തെ കഠിനമായ തപശ്ചര്യകളോടെയുള്ള പ്രാർത്ഥന നടത്തി. സ്വർഗത്തിന്റെ ഒരു വെളിപാട് കിട്ടാൻ വേണ്ടിയാണ് അദ്ദേഹം ഇതിന് പ്രാർത്ഥന നടത്തിയത്. അദ്ദേഹം ആ പ്രാർത്ഥന കഠിനമായ തപശ്ചര്യകൾ എന്ന് പറഞ്ഞാൽ ചമ്മട്ടി കൊണ്ടൊക്കെ അടിച്ച് ശരീരത്തെ മുറിപ്പെടുത്തിയൊക്കെ ഉള്ള ഒരു പ്രാർത്ഥനയായിരുന്നു അതെന്നാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്, നാം വായിക്കുന്നത്. അത് അക്കാലത്ത് അങ്ങനത്തെ പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. കാരണം 2-ാം വത്തിക്കാൻ കൗൺസിൽ വരെ സന്യാസികളൊക്കെ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ സ്വയം പീഡനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഒരിക്കല് നമ്മുടെ സീറോ മലബാർ സഭയുടെ തലവനും പിതാവുമായിരുന്ന വർക്കി പിതാവ് പറഞ്ഞിട്ടുണ്ട്, അവരുടെയൊക്കെ ചെറുപ്പകാലത്ത് അവരുടെ ഡംറ്ററീസ് സഭയിൽ അത് ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഇദ്ദേഹം 3 ദിവസത്തെ കഠിനമായ ഉപവാസത്തിന്റെ അവസാനത്തില് പരിശുദ്ധ അമ്മ ഇദ്ദേഹത്തിന് പ്രത്യക്ഷപ്പെട്ടു. മാലാഹമാരോടുകൂടി പ്രത്യക്ഷപ്പെട്ടു. മാലാഹമാരോട് പ്രത്യക്ഷപ്പെട്ടിട്ട് ഡൊമിനിക്കിനോട് ചോദിച്ചു, ഡൊമിനിക്ക്, സാത്താന്റെ തല തകർക്കാനുള്ള കൂടം ഏതാണെന്ന് നിനക്കറിയാമോ? ഹാമർ, കൂടം എന്നുള്ളത്. അപ്പൊ ഡൊമിനിക്ക് പറഞ്ഞു, പരിശുദ്ധ അമ്മയാണല്ലോ രക്ഷാകര പദ്ധതിയിൽ ഈശോ കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഏറ്റവും വലിയ ഉപകരണം. അമ്മ തന്നെ അത് വെളിപ്പെടുത്തുക. എനിക്ക് ഞാൻ ഊഹിച്ച് പറയുന്നതിലും നല്ലത് സ്വർഗത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്നല്ലേ. അപ്പം അമ്മ പറഞ്ഞു, അത് മാലാഹയുടെ കീർത്തനമാണ്. മാലാഹയുടെ കീർത്തനം എന്ന് പറഞ്ഞാൽ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാവും, കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളതാണ് മാലാഹയുടെ കീർത്തനം. പിന്നീടുള്ള നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാവുന്നു, നിന്റെ ഉദരഫലം അനുഗ്രഹീതമാവുന്നു എന്നുള്ളത് എലിസബത്ത് ആ കീർത്തനത്തെ സ്ഥിരീകരിച്ചുകൊണ്ട് പറഞ്ഞ ദൈവവചനമാണ്. അത് പിന്നീട് കാലാന്തരത്തിൽ കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അപ്പൊ ഈ മാലാഹയുടെ കീർത്തനം, എന്നിട്ട് അമ്മ പറഞ്ഞു, സാത്താന്റെ തല തകർക്കാൻ, ലോകത്തെ നവീകരിക്കാൻ ഈ കീർത്തനം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക. മാലാഹയുടെ കീർത്തനം ജപമാലയുടെ ഉത്ഭവത്തെ, തുടക്കം, അങ്ങനത്തെ കുറിച്ചുള്ള സ്വർഗം നമുക്ക് തന്നിരിക്കുന്ന വെളിപാട് ഇതാണ്. അപ്പൊ ഇങ്ങനെ ഈ മാലാഹയുടെ കീർത്തനം പ്രാർത്ഥിക്കാനായിട്ട്, എന്നിട്ട് അമ്മ പറഞ്ഞത്, നീ ഇത് പോയി പ്രഘോഷിക്കുക, ഈ മാലാഹയുടെ കീർത്തനം പ്രചരിക്കുന്ന കാര്യം, എന്നിട്ട് ജനങ്ങളോട് ചേർത്ത് ഈ കീർത്തനം പ്രാർത്ഥിക്കുക. നിന്റെ വൈജ്ഞാനിക പാഠവും ഒന്നും നീ ഉപയോഗിക്കേണ്ട, നീ ഒരു സാധാരണക്കാരനെ പോലെ ഇതാണ് സ്വർഗത്തിന്റെ വെളിപാട്, ഇതാണ് സാത്താന്റെ തല തകർക്കാനുള്ള ആയുധം എന്ന് ജനങ്ങളെ പഠിപ്പിക്കാം. ഇവിടെ ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. നമുക്കറിയാം, സാത്താൻ ലോകത്ത് പിടിമുറുക്കുന്നത് തെറ്റായ ബോധ്യങ്ങളിലൂടെയാണ്.
തെറ്റായ ബോധ്യങ്ങൾ എന്ന് പറഞ്ഞാൽ അറിവല്ല ബോധ്യം എന്ന് പറയുന്നത്. ബോധ്യം എന്ന് പറയുന്ന ഒരു കൺവിക്ഷനാണ്. അപ്പോ നമുക്കറിയാം പർദീസായിൽ എന്താ സംഭവിച്ചത്? ആദത്തോടും അവയോടും സാത്താൻ വന്ന് പറഞ്ഞു, ദൈവം നിങ്ങളോട് പറഞ്ഞു ശരിയല്ല, നിങ്ങൾ ഈ പഴത്തിന്റെ ഫലം തിന്നാൽ നിങ്ങൾക്ക് അത് നല്ലതാണ്, നിങ്ങൾ ദൈവത്തെ പോലെയാകും. സാത്താൻ പറഞ്ഞതുകൊണ്ട് സാത്താനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ അത് കേട്ടപ്പോൾ അവരുടെ ബുദ്ധിക്ക് തോന്നി ശരിയാണല്ലോ, ഈ പഴം തിന്നുകൊണ്ട് തന്നെ കുഴപ്പം, ബാക്കിയുള്ള പഴങ്ങളൊക്കെ തിന്നാം. അങ്ങനെ മാനുഷിക ബുദ്ധി അതിലേക്ക് വന്നു. നമുക്കറിയാം അവരുടെ പാപം ചെയ്യാനുള്ള സാഹചര്യത്തെ വിശ്വഗ്രന്ഥം വിവരിക്കുന്നത് എങ്ങനെയാണ്? പഴം ആസ്വാദ്യകരവും കൗതുകകരവും അഭികാമ്യമാണെന്ന് കണ്ട് അവർ തിന്നു. ആസ്വാദ്യകരവും കൗതുകകരവും അഭികാമ്യവും ഇന്നും പല ദർശനങ്ങളും പല കാഴ്ചപ്പാടുകളും ജീവിത സമീപനങ്ങളും ഒക്കെ നമ്മുടെ സമൂഹത്തിൽ പടരുന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. ആസ്വാദ്യകരമാണ്, കൗതുകകരമാണ്, അഭികാമ്യമാണ്. അപ്പൊ ഇതിനെ നേരിടാൻ ഇതിന്റെ സാത്താന്റെ സാന്നിധ്യത്തിന്റെ പുതിയ രൂപങ്ങളാണ് അനാവശ്യമായ തരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങൾ സമൂഹത്തിൽ പടരുന്നത്. ഒത്തിരി തെറ്റായ പ്രബോധനങ്ങളുടെ കഥകൾ നമുക്ക് ഇന്നുണ്ട്. സ്നേഹം നല്ലത്, സ്നേഹിക്കുന്ന ആരെ സ്നേഹിച്ചാൽ എന്താ, ദൈവം മനുഷ്യനെ സ്നേഹിക്കണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ ഒത്തിരി കാലം നമ്മുടെ യുവാക്കൾക്കിടയിലും മറ്റുള്ളവർക്കിടയിലും പലതരത്തിലുള്ള തെറ്റായ പ്രബോധനങ്ങൾ ബോധ്യങ്ങളായി മാറുന്നു. ഇതിനെ നേരിടാൻ മാനുഷിക ശക്തിക്ക് സാധിക്കത്തില്ല. ഇപ്പം ഈ മയക്കുമരുന്നിന്റെ ഒരു അതിപ്രസരം, ലവ് ജിഹാദ് പോലെയുള്ള കെണികളുടെ അതിപ്രസരം, ഇതിനെയൊന്നും മാനുഷികമായ ശക്തി കൊണ്ട് നേരിടാൻ നമുക്ക് സാധിക്കത്തില്ല. ഇവിടെയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആരാണ്? നമ്മുടെ ഈ ഇതിന് കെണികളായി പോയിരുന്ന മയക്കുമരുന്ന് കഴിക്കുന്ന കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ അത് വിൽക്കുന്നവരോ അല്ലെങ്കിൽ പിന്നെ ഈ പ്രണയക്കണിയൊക്കെ ഒരുക്കുന്നവരോ അവരെ മാത്രം ഭൗതികമായി നേരിട്ടുകൊണ്ട് നമുക്ക് ഈ വിഷയത്തെ നേരിടാൻ പറ്റത്തില്ല. നമുക്ക് ഈ വിഷയത്തെ നേരിടാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ഇതിനെ ആത്മീയമായി ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് സാത്താന്റെ തിന്മയുടെ ശക്തിയാണ്. ആ തിന്മയുടെ ശക്തിയെ നേരിടാൻ വേണ്ടി അമ്മ സ്വർഗത്തിൽ നിന്ന് പറഞ്ഞു തന്ന ഒരു ആയുധമാണ് ജപമാല. വാസ്തവത്തിൽ ഇത് സ്വർഗം പറഞ്ഞു തന്ന ഒരു ആയുധമാണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ ശക്തി നമുക്ക് മനസ്സിലാക്കുക, ഇത് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുക. പിന്നീടുള്ള കഥ ചരിത്രമാണ്. ഡൊമിനിക്ക് ഈ കാര്യം പോയി ദേവാലയത്തിൽ പോയി പ്രസംഗിച്ചു. അത് മാതാവ് ആവശ്യപ്പെട്ടതുപോലെ തന്നെ കത്തീഡ്രൽ ദേവാലയത്തിലാണ് അദ്ദേഹം പ്രസംഗിച്ചത്. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ തടസ്സപ്പെടുത്താൻ വലിയ മഴയും കൊടുങ്കാറ്റും ഒക്കെ സാത്താൻ ഉണ്ടാക്കി എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹം ഈ മാലാഹമാർ ചെന്ന് ദേവാലയത്തിന്റെ മണികൾ അടിച്ച് ആൾക്കാരെ കൂട്ടിയെന്നും പറയുന്നുണ്ട്. കാരണം മണികൾ ദർശ്യരായ ആൾക്കാരില്ല, കാണാതെ മണികൾ അടിച്ചു. അപ്പൊ മാലാഹമാർ അടിച്ചു എന്ന് വിശ്വാസികൾ പറയുന്നു. ഏതായാലും ആൾക്കാർ ഒന്നിച്ചു കൂടി ഇദ്ദേഹം ജപമാലയെ കുറിച്ച് പ്രസംഗിച്ചു. ജപമാലയെ കുറിച്ച് പ്രസംഗിച്ചപ്പം ആ പ്രസംഗത്തിന്റെ സമയത്ത് തന്നെ മാതാവിന്റെ ആ ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ചിത്രത്തിൽ നിന്ന് ആ അടയാളങ്ങൾ ആ ജനങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു. അന്ന് തന്നെ ധാരാളം മനുഷ്യർ, ആയിരക്കണക്കിനെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്, ആയിരക്കണക്കിന് ആൾക്കാർ അന്ന് തന്നെ ഈ വിശ്വാസം വിട്ട്, പ്രബോധനം വിട്ട് കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തന്നെ മടങ്ങി വന്നു. അങ്ങനെ ഏതാണ്ട് വർഷങ്ങളായി ഇവർ നോക്കിയിട്ട് നടക്കാത്ത ഒരു മാനസാന്തരം ഏതാനും മാസത്തെ ഈ ജപമാല പ്രസംഗത്തിലൂടെയും പ്രഘോഷണത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും സാധിച്ചു. അങ്ങനെയാണ് സാത്താന്റെ മേൽ ആധിപത്യം നേടിക്കൊണ്ട് ഈ ജപമാല പ്രാർത്ഥന ലോകത്ത് പ്രചരിക്കാനിടയായത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനകത്ത് ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് ഇത് നമ്മളോട് പറഞ്ഞത്? ഇവിടെ ഒരു വലിയ ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും സാത്താന്റെ തല തകർത്ത ആരാണ്? നമ്മുടെയൊക്കെ രൂപങ്ങളിൽ നമ്മൾ പലപ്പോഴും അമ്മ സർപ്പത്തിന്റെ തല തകർത്തുകൊണ്ട് നിൽക്കുന്ന വിശുദ്ധ രൂപങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അമ്മയാണോ സാത്താന്റെ തല തകർത്ത്, ഈശോ ആണോ സാത്താന്റെ തല തകർത്ത് എന്നുള്ള സംശയം പലരും ചോദിച്ചിട്ടുണ്ട്. വാസ്തവത്തില് അതിന് സംശയത്തിന്റെ പ്രസക്തിയില്ല. ഈശോയാണ് സാത്താന്റെ തല തകർത്തത്. പിന്നെ എന്തുകൊണ്ടാണ് മറിയം സാത്താന്റെ തല തകർക്കുന്നതായി ചിത്രീകരിക്കപ്പെടുന്നത്? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശോ സാത്താന്റെ തല തകർത്തത് എന്തിനാണ്? സാത്താന്റെ തല ഈശോ തല തകർക്കാന്ന് പറഞ്ഞാൽ ആധിപത്യം അവസാനിപ്പിക്കാം. ആധിപത്യം അവസാനിപ്പിച്ച എന്തിനാണ്? നമ്മൾ ഓരോരുത്തർക്കും, വിശ്വാസികളായ നമ്മൾ ഓരോരുത്തരും സാത്താന്റെ മേൽ ആധിപത്യം നേടാനാണ്. അതിനെങ്ങനെയാണ് ആധിപത്യം നേടേണ്ടത്? അത് യേശു തന്ന മാർഗത്തിലൂടെ ജീവിച്ചും യേശുവിൽ വിശ്വസിച്ചും യേശുവിന്റെ ശക്തിയിൽ ആശ്രയിച്ചുമാണ് ചെയ്യേണ്ടത്. ഈ ശക്തിയിൽ ആശ്രയിച്ച് യേശുവിന്റെ പ്രബോധനങ്ങളുടെ യേശു പറഞ്ഞ സത്യത്തിന്റെ വഴിയിലൂടെ നടന്ന് ഇത് നേടിയ ഏക വ്യക്തിയാണ് പരിശുദ്ധ മറിയം. അതുകൊണ്ട് മറിയവും സാത്താന്റെ തല തകർത്തിട്ടുണ്ട്. പക്ഷെ അത് സ്വന്തം ശക്തി കൊണ്ടല്ല, യേശുവിന്റെ രക്ഷാകര ശക്തിയുടെ യോഗ്യതയാലാണ്. യേശുവിന്റെ രക്ഷാകര ശക്തിയുടെ യോഗ്യതയാൽ നമുക്കൊക്കെ സാത്താന്റെ തല തകർക്കണമെന്നും ദൈവരാജ്യത്തിന്റെ പ്രവർത്തകരാകണമെന്നുമാണ് സ്വർഗത്തിന്റെ പദ്ധതി. അതിനു വേണ്ടി കൂടിയാണ് അമ്മ ഈ ജപമാല പ്രാർത്ഥനയുമായി ലോകത്തിലേക്ക് വന്നത്. അമ്മ ലോകത്തിലേക്ക് വന്ന ജപമാല പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശോയുടെ ജീവിത രഹസ്യങ്ങളുടെ ധ്യാനമാണ്. ഈശോയുടെ ജീവിത രഹസ്യങ്ങളെ കുറിച്ച് നാം 15 രഹസ്യങ്ങളായിട്ടാണ് ആദ്യം ധ്യാനിച്ചുകൊണ്ടിരുന്നത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലം മുതൽ 20 രഹസ്യങ്ങളായി നമ്മൾ ഈശോയുടെ ജീവിത സംഭവങ്ങൾ ധ്യാനിക്കുന്നു.
ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 2003 പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജപമാല എന്നൊരു അപ്പസ്തോലിക ലേഖനം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ ഈ രഹസ്യത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന രക്ഷാകര ശക്തി പ്രവഹിക്കുന്നു. ഈ രക്ഷാകര ശക്തി പ്രവഹിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആ നിയോഗങ്ങളെയും അത് നിറവേറ്റി തരുന്ന ശക്തിയാൽ അത് സംഭവിക്കുന്നു. ഇതാണ് ജപമാലയുടെ ശക്തി. ഈശോയുടെ ശക്തി ലോകത്ത് വിശ്വാസ സമൂഹത്തിന് അനുഭവിക്കാനും അത് പ്രചരിപ്പിക്കാനും അവരുടെ കരങ്ങളിലൂടെ ലോകത്തിലേക്ക് ഈശോയുടെ ശക്തി വ്യാപരിപ്പിക്കാനും വേണ്ടി അമ്മ പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. അത് 1214 വിശുദ്ധ ഡൊമിനിക്കിന് കിട്ടുന്നത്. പിന്നീട് സഭ അതിൽ വളരെ വിശ്വാസത്തോടെ അത് പ്രാർത്ഥിക്കുകയും ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലോകത്തിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും വ്യക്തികൾക്ക് വേണ്ടിയും നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, സാറിപ്പോൾ പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചോദിക്കുകയാണ്, വിശുദ്ധൻ ഡൊമിനിക് ജപമാല പ്രചാരണം ഏറ്റവും ആദ്യം നടത്തുമ്പോൾ പ്രകൃതി പോലെ അദ്ദേഹത്തിന് എതിരുന്നത്, അതായത് മഴയും ഇടിമിന്നലൊക്കെ ആയിട്ട് വന്നെന്ന് പറയും. ഇപ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ നമ്മൾ ജപമാല ചെല്ലുമ്പോഴും പലപ്പോഴും പല പ്രതിസന്ധികളും ഒക്കെ നേരിടാറുണ്ട്. ഇപ്പോൾ വീട്ടുകാർ വന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫോണിൽ കോളുകൾ വരിക, അങ്ങനെയുള്ള പല ചിന്തകളിലും ഒരിക്കലും നമുക്ക് ഒരു കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഏകാഗ്രതമായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒരു വിസ്തീർണം നൽകാമോ? അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്. ഈ ജപമാല പ്രാർത്ഥിക്കാതിരിക്കാൻ, യേശുവിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കാതിരിക്കാൻ, യേശുവിന്റെ രഹസ്യങ്ങളുടെ ശക്തി അനുഭവിക്കാതിരിക്കാൻ നമ്മളെക്കാൾ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന, നമ്മൾ എന്തുമാത്രം അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അതിനേക്കാൾ കൂടുതൽ നമ്മൾ അനുഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു ശക്തി ഒരുപക്ഷെ ജോൺ പോൾ ഈ പോളാറാമൻ മാർപ്പാപ്പ പറഞ്ഞ ഒരു വ്യക്തി ലോകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, സാത്താൻ. ആ സാത്താൻ ഇതിനായിട്ടുള്ള പ്രാർത്ഥനയാണിത്. അതുകൊണ്ട് ആ പ്രാർത്ഥന നടക്കാതിരിക്കാൻ അവൻ എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങളും പ്രയോഗിക്കും. നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ട് എപ്പോഴും ആവർത്തിച്ച് പറയുന്നുള്ള ബുദ്ധിപരമായ ബുദ്ധിമുട്ടുകൾ, ഇങ്ങനെ പലതരത്തിലുള്ള തടസ്സങ്ങൾ അവനുണ്ടാക്കും. അതിൽ പലതും നമുക്ക് കൺവിൻസിങ് ആയിട്ട് തോന്നും. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ പോരെ, 10 പ്രാവശ്യം പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ടോ, ഇത് മാതാവിനെ തന്നെ കേൾക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇത് സ്വർഗം നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. സ്വർഗം പറഞ്ഞു തന്നിരിക്കുന്ന പ്രാർത്ഥനയാണെന്ന് ആവർത്തിച്ച് അമ്മ ഇത് പറഞ്ഞിട്ടുണ്ട്. ലൂർദി മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു, ഫാത്തിമ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. 2014 നമ്മൾ ഈ നൈജീരിയയിലെ ബൊക്കോ ഹറാം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അവിടെ നമ്മൾ അറിയാം, ബൊക്കോ ഹറാം തീവ്രവാദികളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ മൈദീഗുര എന്ന് പറഞ്ഞ രൂപതയുണ്ട്. ആ രൂപതയുടെ മെത്രാൻ, അദ്ദേഹത്തിന്റെ പേര് ഡാഷെ ഡോം എന്നാണ്. അദ്ദേഹത്തിന്റെ രൂപതയിലെ വിശ്വാസ തകർച്ച എന്ന് പറഞ്ഞാൽ ഈ പീഡനം കൊണ്ട് ആൾക്കാർ ഒളിച്ചു പോകുന്നു. അദ്ദേഹം മെത്രാനാവുമ്പോൾ 2009 അദ്ദേഹം മെത്രാനാവുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 1,25,000 കത്തോലിക്കരാണ്. 2014 അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ 50,000 കത്തോലിക്കർ വരുമല്ലോ. ബാക്കിയുള്ളവരൊക്കെ ഒത്തിരി പേരെ കൊന്നു, ഒത്തിരി പേരെ ഒളിച്ചോടി, അങ്ങനെ പലായനം ചെയ്ത് അങ്ങനെയൊക്കെ ഒറ്റപ്പെടുക. ഇതിനെതിരെ എന്താണ് പരിഹാരം എന്നുള്ള അദ്ദേഹം പ്രാർത്ഥിച്ചു, വ്യക്തിപരമായ ഒരു ചാപ്പലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ പറയുന്ന സംഭവം 2016 മാഡ്രിഡിൽ നടന്ന ലോക സമ്മേളനത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയ കാര്യങ്ങളാണ്. അത് ലോകത്തിലെ ചാനലുകളൊക്കെ പ്രസിദ്ധീകരിച്ച സംഭവങ്ങളാണ്. അദ്ദേഹം ഇങ്ങനെ 2014 ഡിസംബറിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ സമയത്ത് അരമന ബിഷപ്പ് ഹൗസിലെ ചാപ്പലില് ഈശോ ഒരു വാളുമായിട്ട് നിൽക്കുന്നുണ്ട്. അൾത്താരയിൽ ഈശോ നിൽക്കുന്നതായിട്ടാണ് തോന്നിയത്. അപ്പൊ അദ്ദേഹം പെട്ടെന്ന് വലിയ അത്ഭുതം തോന്നി, ഈശോ ഇതെനിക്ക് പ്രത്യക്ഷപ്പെടുമോ, ഈശോ എന്തിനാണ് നിൽക്കുന്നത്. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ആന്തരിക പ്രചോദനം കിട്ടണം. ആന്തരിക പ്രചോദനം ഇതാണ്, എനിക്ക് തരാനാണ് ഈശോ ഈ വാളുമായിട്ട് വന്നിരിക്കുന്നത്. ഉടനെ അദ്ദേഹം പോയി അൾത്താരയുടെ മുമ്പിൽ മുട്ടിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ കൈകൾ വിരിച്ചു പിടിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ കൈകളിലേക്ക് ഈശോ വാള് വെച്ചു കൊടുക്കും. അദ്ദേഹത്തിന്റെ കൈകൾ വെച്ചു കൊടുക്കുമ്പോഴേക്കും വാള് രൂപാന്തരപ്പെട്ടു. വാള് ഒരു ജപമാലയായിട്ട്. ഇദ്ദേഹം ഇത് സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ഈശോ അദ്ദേഹത്തോട് പറയുന്ന, അദ്ദേഹം കേൾക്കാണ്, ബൊക്കോ ഹറാം ഈസ് ഫിനിഷ്ഡ്, ബൊക്കോ ഹറാം ഈസ് ഫിനിഷ്ഡ്, ബൊക്കോ ഹറാം ഈസ് ഫിനിഷ്ഡ്, ബൊക്കോ ഹറാമിന്റെ പണി തീർന്നു 3 പ്രാവശ്യം പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ദർശനത്തിൽ അദ്ദേഹം ഒരു താൻ എന്നെ കാണുന്നത്, തനിക്ക് ഒരു മായാപ്രപഞ്ചാണോ, തനിക്ക് വട്ടുപിടിച്ചോ, ഇങ്ങനെയൊക്കെ പലതും മെത്രാൻ ചിന്തിച്ചു. അതുകൊണ്ട് മെത്രാൻ ആരോടും പറഞ്ഞില്ല. അപ്പൊ മെത്രാൻ അവിടെ തന്നെ ഇരുന്ന് കുറെ പ്രാർത്ഥിച്ചു. മനസ്സിലായി, ഇത് സ്വർഗം ബൊക്കോ ഹറാം തീവ്രവാദികളെ നേരിടാൻ എനിക്ക് ഒരു ആയുധം തരാണ്. ബൊക്കോ ഹറാം നേരിടാൻ ഒരു ആയുധം എന്താണ്? ജപമാല പ്രാർത്ഥന. പക്ഷെ അദ്ദേഹത്തിന് നമുക്കറിയാലോ, ഇപ്പൊ ഒരു വ്യക്തിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടാൽ പറയാൻ ആളിന് തന്നെ പേടിയായിരിക്കും. ഒത്തിരി എളിമയൊക്കെ ഉള്ള ആളിനെ വളരെ പേടിയായിരിക്കും. അപ്പൊ ഇദ്ദേഹം ആരോടും പറ്റാതെ ആദ്യം കുറച്ച് ദിവസം, പിന്നെ അദ്ദേഹത്തിന് മനസ്സുവല്ലാത്തൊരു തേങ്ങലായാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയേറ്റിനോടും അങ്ങനെ ഉള്ള ക്യൂറിയായ ആൾക്കാരോടും പറഞ്ഞു. അമ്മ പറഞ്ഞനുസരിച്ച് ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങി. ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്കൊരു ധൈര്യം കിട്ടിയത് പറയാം. അങ്ങനെ അദ്ദേഹം അവിടുത്തെ പ്രസ്ബിറ്റേറിയത്തോട്, അത് വൈദിക സമൂഹത്തോട് പറഞ്ഞു. അപ്പൊ വൈദിക സമൂഹത്തെ സ്വീകരിച്ചു. അവരെല്ലാം ജപമാല പ്രാർത്ഥിച്ചു. അവിടെ അവര് ജപമാല പ്രദർശനം നടത്തി. ഈ മെത്രാൻ ഒരു സാന്ത്വന യാത്ര എന്നാണ് അതിന് പേരിട്ട്, ജപമാല പ്രദർശനം, സാന്ത്വന യാത്ര, ജപമാല പ്രാർത്ഥിക്കും. അവരിങ്ങനെ അതിലൂടെ പോയി. അപ്പോൾ ആ 2016 ഒക്കെ അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്ന കാലമായപ്പോഴേക്കും അവരുടെ ആ പ്രദേശത്തെല്ലാം ബൊക്കോ ഹറാം എന്ന് പറയുന്ന തിന്മയുടെ സംവിധാനം ഇല്ലാതായി.
അവരുടെ ശക്തി കേട്ട് അവർ തമ്മിൽ ഗ്രൂപ്പ് അവരെ വഴക്കായി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നശിച്ചുപോയി. നശിച്ചുപോയെന്ന് പറഞ്ഞാൽ ഇല്ലാതായി എന്നുള്ള അവസ്ഥയിൽ ഇപ്പോഴും നൈജീരിയയിൽ ബക്കോഹറം പ്രവർത്തിക്കുന്നുണ്ട് തീവ്രവാദ സംഘടന. പക്ഷേ ഈ മൈദിഗുരയിൽ ഇത് സംഭവിച്ചു. അതായത് 2016 എന്ന് പറഞ്ഞാൽ 6 വർഷമായിട്ടുള്ളൂ. ഈ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. അപ്പൊ സ്വർഗം സഭയ്ക്ക് തന്നിരിക്കുന്ന ഒരു ആയുധമാണ് സമൂഹത്തിൽ പടരുന്ന തിന്മകളെ. സമൂഹത്തിൽ തിന്മകൾ പടരാൻ കാരണം എന്താ? ദുഷ്ടശക്തിയായ സാത്താന്റെ പ്രവർത്തനമാണ്. പർദീസായി തുടങ്ങിയതാണിത്. അത് ഇന്നും തുടരുന്നുണ്ട്. അതിനെ നേരിടാൻ സ്വർഗം നമുക്കൊന്ന ആയുധമാണിത്. ഇത് നമ്മൾ ഉപയോഗിക്കാതിരിക്കാൻ പലതരത്തിലുള്ള തടസ്സങ്ങൾ. ഇതിപ്പം നിങ്ങൾ പങ്കുവെച്ചത് ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അല്ലെ മാനസികമായ ബുദ്ധിമുട്ടുകൾ മാത്രം, അതല്ല, ബൗദ്ധികമായ ബുദ്ധിമുട്ടുകൾ, ദൈവശാസ്ത്രപരമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇതിനെതിരെ സാത്താൻ കൊണ്ടുവരുന്നല്ല, സമൂഹത്തിൽ വരുന്നുണ്ട്. ഞാൻ അതിന് ഇങ്ങനെ തടസ്സം പറയുന്നതല്ല, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. പക്ഷെ അത് മനസ്സിലാക്കേണ്ട എവിടെ നിന്നാണ്? ഇത് സമൂഹത്തിന് ചെയ്തിട്ടുള്ള, സഭയ്ക്ക് ഇതുവരെ ചെയ്തിട്ടുള്ള നന്മകൾ, ഇതിലൂടെ ജപമാലയുടെ സമൂഹവും വ്യക്തികളും സഭയും നേടിയിട്ടുള്ള നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ, അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനെതിരെ, അനുഗ്രഹങ്ങൾ നേടുന്ന ഒരു ശുശ്രൂഷയ്ക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രചാരണങ്ങൾ വരുവാണെങ്കിൽ തിരിച്ചറിയാം അത് പരിശുദ്ധാവിൽ നിന്നാണോ എന്ന് നമ്മൾ ഒത്തിരി ഏറെ ധ്യാനിച്ചതിന് ശേഷം വേണം നമ്മൾ അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്താനെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത്തരം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് പറയുന്ന ഒരു വ്യക്തിയായാലും, ഒരുപക്ഷെ നമ്മുടെ വീട്ടിലുള്ളവർ, അല്ലെങ്കിൽ ഇപ്പോഴും അയാൾ പ്രാർത്ഥനക്കാരൻ, അല്ലെങ്കിൽ കൊന്തയല്ലിക്കൊണ്ടിരിക്കുക, അയാൾ എപ്പോൾ പോയാലും ഒരു കൊന്ത, ഇങ്ങനെയൊക്കെ പരിഹസിക്കുന്നവർ കാണും. അത് നമുക്കൊരു വിശ്വാസബോധ്യം കിട്ടുന്നതനുസരിച്ച് നമുക്കതൊരു പ്രശ്നമല്ല, ആകിയല്ല. ഇത് ലോകത്തിന്റെ വിശുദ്ധീകരണത്തിന്, എന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ നടത്തേണ്ട ഒരു പ്രാർത്ഥനയാണ്. ദൈവം ആഗ്രഹിക്കുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് ദൈവത്തിന്റെ പദ്ധതിയുടെ ഭാഗമായും ചെയ്യാം. അതെന്റെ ഉത്തരവാദിത്വമാണ്. എന്തുമാത്രം ജപമാല പ്രാർത്ഥനയിലുമ്പോൾ നമ്മൾ ഈ വചനം ആവർത്തിച്ച് പറയുകയാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. നമുക്കറിയാം, ആ വചനം പറഞ്ഞപ്പോഴാണ് മനുഷ്യാവതാരം യാഥാർത്ഥ്യമായത്. ആ മനുഷ്യാവതാരം യാഥാർത്ഥ്യം ഇന്നും യാഥാർത്ഥ്യമാകും. ആ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഈ വചനം ഏറ്റുപറയണം, അതിലുള്ള വിശ്വാസത്തെ ഏറ്റുപറയണം. അതിനാണ് നമ്മൾ ജപമാല പ്രാർത്ഥിച്ചത്. തടസ്സങ്ങൾ ഉണ്ടാകും എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ശാരീരികം, ബൗദ്ധികം, മാനസികമായിട്ടൊക്കെയുള്ള തടസ്സങ്ങൾ ഉണ്ടാകും. അതിനെ നേരിടാനുള്ള ശക്തി ആഗ്രഹിക്കുന്നവർക്ക് ദൈവം തരും. ഇന്ന് നമുക്കറിയാം, ഇന്ന് ചില ജപമാല ചെല്ലുന്ന 10ഉം 20ഉം ജപമാലകളൊക്കെ ഒരു ദിവസം ചെല്ലുന്നവർ, 30 ജപമാല ചെല്ലുന്നവരൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ എത്രയോ പേര് ഇങ്ങനെ ജപമാല ഒത്തിരി നേരം പ്രാർത്ഥിക്കുന്നവർ ബുദ്ധിമുട്ടില്ലാതെ അല്ല, അവരിതിനെല്ലാം നേരിട്ട് പ്രാർത്ഥിക്കുന്നു. അതിലൂടെയൊക്കെയാണ് നമുക്കറിയാം നമ്മുടെ ലോകത്ത് എന്തുമാത്രം തിന്മകളാണ്. സമൂഹത്തിന്റെ അല്ലെങ്കിൽ സാമൂഹികമായ അഭിവൃദ്ധിക്ക് വേണ്ടി, സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മളിപ്പം ഒരു നരബലിയുടെ ഭീഷണിയിൽ പേടിയിൽ നിൽക്കുകയാണ്. 2 പേരെ കൊന്നിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിരിക്കുന്ന എത്ര പേരുണ്ടെന്നൊക്കെ ഇപ്പൊ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. അതിനൊക്കെ അപ്പുറത്താണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഭ്രൂണഹത്യ ഭാരതത്തിലെ കണക്കനുസരിച്ച്, ഗവൺമെന്റിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് ഒരു വർഷം 1.5 കോടി കുഞ്ഞുങ്ങളെ കൊല്ലുന്നു. 1.5 കോടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു രാജ്യം. അത് സർക്കാർ സംവിധാനങ്ങളിലൂടെയാണ്. അതിന്റെ ഇരട്ടിയെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ കാണുന്നു. അതായത് 3 കോടി അപ്പുറത്ത് കൂട്ടിയാലോ 4.5 കോടി 5 കോടി കുഞ്ഞുങ്ങളെ കൊല്ലുന്ന ഒരു രാജ്യമാണിത്. എന്തിനാ ഇതിനാണ് ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നിരിക്കുന്നത്. അത് അതിനെതിരെ പറയുന്നത് തന്നെ ഒരു അങ്ങനെ പറയുന്നവൻ അവൻ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളാത്തതൊക്കെ ആയിട്ട് ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഇതിനെതിരെ നമ്മുടെ വിശ്വാസം ഉറപ്പിച്ചു നിർത്താൻ, പറയാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. അത് യേശുവിന്റെ ശക്തി നമ്മിലേക്കും നമ്മുടെ സമൂഹത്തിലേക്കും നമ്മൾ പ്രാർത്ഥിക്കുന്ന മേഖലകളിലേക്ക് നടന്നു വരുന്ന നിയമങ്ങളാണ്. ഒത്തിരി പേർക്ക് ഇതിനെക്കുറിച്ച് സംഘർഷങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പ്രശസ്തനായ വചനപ്രഘോഷകനായ മാത്യു നായികൻ പറമ്പലച്ചൻ, അദ്ദേഹം ജപമാലയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സംഘർഷങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ എന്റെ വിശ്വാസ പരീക്ഷകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം മജുഗോറിയിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് അത് മാറി കിട്ടിയതൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ജപമാലയെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറയുന്നത് മജുഗോറി വെച്ചും അദ്ദേഹത്തിന് കിട്ടിയ വെളിപാടനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സ്വർഗം പറയുന്ന അദ്ദേഹത്തിന് മനസ്സിലാകുന്നത് ഈ ജപമാല പ്രാർത്ഥിക്കുന്നവരിലേക്കും ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരിലേക്കും പരിശുദ്ധാത്മാവ് വരും എന്നാണ് അദ്ദേഹത്തോട് പഠിപ്പിച്ചത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗമായിട്ട് അദ്ദേഹം ജപമാല പഠിപ്പിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളാണ്. പക്ഷേ ആ ബുദ്ധിമുട്ട് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവർക്ക് അത് തങ്ങളുടെ ബുദ്ധിമുട്ട് അസ്വാഭാവികമല്ലെന്നും സ്വർഗത്തിന് മാറ്റാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ വേണ്ടിയായിരിക്കും ആ ബുദ്ധിമുട്ട് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തടസ്സം പറയുന്നവരോ അല്ലെങ്കിൽ എതിർ പറയുന്നവരോ ഒന്നും നമ്മൾ ശത്രുപക്ഷത്തല്ല നിർത്തേണ്ടത്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. ഏകദേശം 800 വർഷങ്ങളോളമായി നമ്മുടെ സഭയിൽ നിലനിൽക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല. ഈ ഒരു പ്രാർത്ഥന ആരംഭിക്കാനുണ്ടായ കാര്യങ്ങളും അതേപോലെ തന്നെ വിശുദ്ധ ഡൊമിനിക്കിനെ എങ്ങനെ ലഭിച്ചു എന്നതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ വിശദമായി തന്നെ സാർ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, സഭയിലെ യാമപ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. യാമപ്രാർത്ഥനകൾക്ക് പകരമായിട്ട് സഭയിൽ വന്ന പ്രാർത്ഥനയാണോ ജപമാല എന്നതാണ് അടുത്ത സംശയം. അത് വല്ലാത്തൊരു തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു ചോദ്യമാണ്. വാസ്തവത്തിൽ യാമപ്രാർത്ഥനകൾക്ക് പകരമല്ല ജപമാല. നമുക്കറിയാം, കത്തോലിക്ക സഭ എന്ന് പറയുന്നത് 24 വ്യക്തി സഭകളുടെ ഒരു കൂട്ടായ്മയാണ്.
24 വ്യക്തിസഭകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലത്തീൻ സഭ എന്ന് പറയുന്നത് ലോകത്ത് 130 കോടി കത്തോലിക്കരുണ്ടെങ്കിൽ ലത്തീൻ സഭയിലാണ് 128 കോടി കത്തോലിക്കരും. ബാക്കി ഈ പറയുന്ന 23 വ്യക്തിസഭകളിലും കൂടിയുള്ള 2 കോടിയിലും വരുന്ന കത്തോലിക്കരാണ്. അതിൽ ഏറ്റവും വലിയൊരു സഭയാണ് നമ്മുടെ സീറോ മലബാർ സഭ. ഏതാണ്ട് 50 ലക്ഷത്തോളം കത്തോലിക്കർ അതിനകത്തുണ്ട്. പിന്നെയുള്ളത് അതിലും വലുതാണ് യുക്രൈൻ സഭ. യുക്രൈൻ സഭയിൽ ഒരു 60 ലക്ഷം ഒക്കെ കത്തോലിക്കർ കാണും യുക്രൈൻ കത്തോലിക്ക സഭയിൽ. പിന്നെ ഉള്ളത് നമ്മുടെ മലങ്കര സഭ. അതിന് പിന്നെ 5 ലക്ഷത്തിലധികം കത്തോലിക്കരുണ്ടാവും. ബാക്കിയുള്ള സഭകളിലൊക്കെ 1 ലക്ഷത്തിൽ താഴെയൊക്കെ കത്തോലിക്കരുള്ള 23 സഭകളും. പക്ഷേ ജനസംഖ്യയുടെ വലിപ്പമല്ല. ഈ 24 സഭകൾക്കും സഭയുടേതായ ആരാധനാ രീതിയുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആരാധന വിശുദ്ധ കുർബാനയാണ്. 24 സമൂഹങ്ങളിൽ 24 രീതിയിലാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. പക്ഷേ വിശുദ്ധ കുർബാനയുടെ വചന വായന, കൂദാശകൾ എല്ലാം ഉണ്ട്. പക്ഷെ വ്യത്യസ്തമായ രീതി, അതിനകത്ത് വ്യത്യസ്തമായ രീതികളുണ്ട്. അതുപോലെ 24 വ്യക്തിസഭകൾക്കും യാമപ്രാർത്ഥനകളുണ്ട്. ഈ യാമപ്രാർത്ഥനകളിലും വ്യത്യാസമുണ്ട്. അതിൽ ഒരു വർഷത്തെ ആരാധന വർഷത്തെ തന്നെ പല ഭാഗങ്ങളായി ഓരോ വ്യക്തിസഭകളും തിരിച്ചിട്ടുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ സീറോ മലബാർ സഭയിലാണെങ്കിൽ 8 കാലങ്ങളായി നമ്മൾ തിരിച്ചു. 8 കാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അത് ഈ മൂശക്കാലം, സ്ലീവാക്കാലം കൂടെ, മൂശ, ഏലിയ, സ്ലീവ കാലങ്ങൾ 2 കാലമായിട്ട് കൂട്ടിയാൽ 9 കാലമാകും. ഇനി അത് 3 കാലമായിട്ട് കൂട്ടിയാൽ 10 കാലമാകും. മംഗളവാർത്ത കാലം മുതൽ പിന്നെ ഏലിയ, പിന്നെ പള്ളിക്കൂദാശ കാലം വരെയുള്ള 8 കാലങ്ങളല്ല, 9 കാലങ്ങൾ, 10 കാലങ്ങൾ എന്നിങ്ങനെ ആവട്ടെ, ഇങ്ങനെ കാലങ്ങളായി ഈശോയുടെ ജീവിതത്തിലെ സംഭവങ്ങളെ അനുസ്മരിച്ചുകൊണ്ടാണ് ഈ കാലങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. ലത്തീൻ സഭയിലാണെങ്കിൽ കേരളത്തിലുള്ള 2 സഭകളെ കുറിച്ച് നമ്മൾ പറഞ്ഞ പ്രധാനമായിട്ടുള്ളത് ആഗമന കാലവും നോമ്പ് കാലവും. പിന്നെ ഉള്ളതിനെ സാധാരണ വർഷത്തിലേക്ക് ഉയർപ്പ് കാലം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, ഓർഡിനറി ഇയർ എന്നൊക്കെ പറഞ്ഞാണ് അവർ അതിനെ കൊണ്ടാടുന്നത്. പിന്നെ അവർക്ക് ലത്തീൻ സഭയിൽ എല്ലാ തിരുനാളുകൾക്കും വലിയ ആഘോഷങ്ങളും 8 ഒക്ടേവുകളും എല്ലാം ഉണ്ട്. ഇങ്ങനെ യാമപ്രാർത്ഥനകൾ എല്ലാ സഭകളിലുണ്ട്. എല്ലാ സഭകളിലുള്ള പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാന, കൂദാശകള്, യാമപ്രാർത്ഥനകള്, ഇതെല്ലാം സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥനകളും കർമ്മങ്ങളുമാണ്. ഇത് ഓരോ സഭയ്ക്കും പ്രത്യേകമായിട്ടുണ്ട്. നമുക്കറിയാം ഈ 130 കോടി കത്തോലിക്കരില് ഒരു കത്തോലിക്കനാണ് ഞാൻ സീറോ മലബാർ സഭയിൽപ്പെട്ടത് എന്റെ തീരുമാനമല്ല, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതുകൊണ്ട് സീറോ മലബാർ സഭയുടെ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. അത് കടപ്പെടുത്തിയിരിക്കുന്ന ദൈവമാണ്. ഞാൻ സീറോ മലബാർ സഭയിൽ അംഗമാക്കിയ ദൈവമാണ്. സീറോ മലബാർ സഭയ്ക്ക് ഒരു ഹയറാർക്കി തന്നത്, മജിസ്റ്റേറിയനെ തന്നത് ദൈവമാണ്. അപ്പൊ അതുകൊണ്ട് ആ സഭയിലെ അംഗങ്ങൾ, ആ സഭയുടെ മജിസ്റ്റേറിയം ഇത് എടുക്കുന്ന തീരുമാനങ്ങൾ അനുസരിക്കേണ്ട എന്റെ ബാധ്യതയാണ്. പക്ഷെ ഇതൊന്നും യാമപ്രാർത്ഥനയും ജപമാലയായിട്ടൊരു ബന്ധമില്ല. ശരിക്കും പറഞ്ഞത് യാമപ്രാർത്ഥനകൾ സഭയുടെ ഔദ്യോഗിക പ്രാർത്ഥന. അത് പണ്ട് വൈദികരും മാത്രം ചൊല്ലിയിരുന്ന കാരണനമസ്കാരം എന്നൊക്കെ ആയിരുന്നു അതിന്റെ പേര്. ഇപ്പോഴാണ് യാമപ്രാർത്ഥനകളൊക്കെ വന്നത്. പിന്നെ ലത്തീൻ സഭയില് ഓഫീസ് എന്നാണ് ഇപ്പോഴും പറയുന്നത്, ഡിവൈൻ ഓഫീസ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. നമുക്കതൊക്കെ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇപ്പം നമുക്കൊരു കാര്യം പറഞ്ഞാൽ ഒരു കാലത്തെ ഈ കാലം നമുക്ക് ലത്തീൻ സഭയിലെ ആഗമന കാലമുണ്ട്, സീറോ മലബാർ സഭയിൽ അതിന് പകരം മംഗളമാർത്തക്കാലമാണ്. ഇതിനെക്കുറിച്ച് പറഞ്ഞാൽ അത് പിന്നെ എനിക്കൊന്ന് മലങ്കര സഭയിൽ അതിന് വചനിപ്പ് കാലം എന്ന് പറയുന്നത് ഓർമ്മ. അപ്പോ ഈ കാലങ്ങൾ തമ്മിൽ എല്ലാ 3 സഭാ സമൂഹങ്ങളും ഈശോയുടെ ആഗമനത്തെ കുറിച്ചാണ് വരുന്നത്. പക്ഷേ ലത്തീൻ സഭയിൽ അത് ഈശോയുടെ 2ാമത്തെ ആഗമനത്തെ കുറിച്ച് കൂടി പോലും ഈ ഡിസംബർ 1 മുതൽ 25 വരെയുള്ള കാലത്ത് അനുസ്മരിക്കുന്നുണ്ട്. പക്ഷെ മലബാർ സഭ ഈശോയുടെ മംഗളവാർത്ത വന്നു, ഈശോ ലോകത്തിലേക്ക്, അതിനെക്കുറിച്ച് മാത്രമാണ്. 2ാം വരവിനെ കുറിച്ച് നമ്മൾ ഏലിയ, മൂശ കാലത്തും ഒക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ധ്യാനിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാലം അനുസരിച്ച് സഭയ്ക്ക് ഓരോ ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ ഉണ്ട്, സംവിധാനങ്ങളുണ്ട്. അതും ജപമാല പ്രാർത്ഥനയായിട്ട് ബന്ധം. ജപമാല പ്രാർത്ഥന എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ ലോകത്തിലെ സാത്താന്റെ ആധിപത്യത്തിനെതിരെ പോരാടാൻ, ലോകത്തെ നവീകരിക്കാൻ 24 സഭകളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അത് ഡൊമിനിക്കാണ് വെളിപ്പെടുത്തി കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ലത്തീൻ സഭയുടെ ഒരു പ്രാർത്ഥനയായി കണക്കാക്കാൻ പറ്റത്തില്ല. പിന്നെ ഈ 24 സഭകളുടെയും പ്രാർത്ഥനകളെ കുറിച്ച് ഒരു തിരിച്ചറിവ് കൂടെ നമ്മൾ ഓർക്കണം. 24 സഭകളുടെയും പ്രാർത്ഥനകൾ കത്തോലിക്ക പ്രാർത്ഥനകളാണ്. 24 സഭയുടെ പ്രാർത്ഥനകളും നമുക്ക് വിശുദ്ധമായ പ്രാർത്ഥനകളാണ്. നമുക്ക് പ്രാർത്ഥിക്കാൻ നമുക്ക് അവകാശവും അതിനുള്ള ഭാഗ്യവും നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓരോ സഭയിലും വ്യത്യസ്തമായ പ്രാർത്ഥനകൾ, വ്യത്യസ്തമായ കുർബാനകളിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം അതിന്റെ പ്രാർത്ഥനകൾ നമുക്ക് അനുഭവം കൂടുതൽ കിട്ടും ചിലതിനകത്ത്. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. പക്ഷെ എല്ലാത്തിനകത്തും ഇങ്ങനെയുള്ള ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ ജപമാല പ്രാർത്ഥനയിൽ നമുക്ക് വരുന്ന 24 സഭകൾക്ക് ഒരുപോലെ പ്രാർത്ഥിക്കാവുന്ന ഒരു പ്രാർത്ഥനയാണ്. 24 സഭകൾക്ക് ഒരുപോലെ എന്താ സ്വർഗസ്നായ പിതാവ് എന്ന് പറഞ്ഞവരെ മാത്രമേ ചെല്ലുന്നുള്ളൂ. ദൈവവചനമാണ്. സ്വർഗസ്നായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. 9 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗസ്നായ പിതാവ് ചൊല്ലുന്നതിൽ പോലും പാശ്ചാത്യ സഭകളും പൗരസ്ത്യ സഭകളും തമ്മിൽ വ്യത്യാസമുണ്ട്. പാശ്ചാത്യ സഭകൾ കുർബാനയിലൊക്കെ ചെല്ലുമ്പോൾ ആദ്യം 3 പ്രാവശ്യം പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സ്വർഗസ്നായ പിതാവിലേക്ക് പോയി കിടക്കുന്നത്. അവസാനം നമ്മൾ രാജ്യവും ശക്തിയും മഹത്വം അങ്ങയുടേതാവുന്നൊന്നും
നമ്മുടെ പ്രാർത്ഥനയിലുണ്ട്. പിന്നെ ലത്തീൻ സഭയിലെ കുർബാനയിൽ നമുക്കറിയാം, ഒരു ഇടയ്ക്കൊരു പ്രാർത്ഥന ഇട്ടതിന് ശേഷം ആണെങ്കിൽ പോലും ഫോർ യേഴ്സ് ഇസ് ദ കിങ്ഡം ആൻഡ് ഗ്ലോറി ആൻഡ് പവർ നമ്മൾ പറയുന്നുണ്ട്. അത് മത്തായിയുടെ സുവിശേഷത്തിൽ സ്വർഗസ്ഥനായ പ്രാർത്ഥനയുടെ ചില പ്രാചീന രൂപങ്ങൾ, ഒരുപക്ഷെ POC വിവർത്തനം ചെയ്തിരിക്കുന്ന ബൈബിൾ മത്തായിയുടെ സുവിശേഷത്തില് സ്വർഗസ്ഥനായ പിതാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗം വായിച്ചാൽ ഫുട്നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ചില പ്രാചീന കൈയെഴുത്ത് പ്രതികളിൽ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു എന്നുകൂടി പ്രാർത്ഥിച്ചിരുന്നതായി കാണുന്നു, എഴുതപ്പെട്ടതായി കാണുന്നു. പക്ഷെ സഭാ മജിസ്റ്റേറിയം, സഭയുടെ പ്രബോധനാധികാരമുള്ള മെത്രാന്മാര് ഈ പിന്നെ ബൈബിളിന്റെ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കാനൻ തീരുമാനിച്ചപ്പോൾ അത് ഉൾപ്പെടുത്തിയിട്ടില്ല, കാനനായിട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല, പക്ഷേ ഫുട്നോട്ടായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറൻസസ് ഉണ്ട്. പക്ഷേ ഈ ഡിഫറൻസസ് എല്ലാം വെച്ചാലും ജപമാല പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു ഐക്യത്തിന്റെ പ്രാർത്ഥനയാണ്. 24 സഭയിലും ഇത് ചൊല്ലിയാൽ ആ പ്രാർത്ഥന ഒരുപോലെ ആണ് ചൊല്ലുന്നത്. സ്വർഗസ്വനായ ഈശോയുടെ ജീവിത രഹസ്യങ്ങൾ ധ്യാനിക്കുന്നത്. ഇപ്പൊ നമുക്ക് 20 രഹസ്യങ്ങളാണ് സഭ അനുവദിച്ചു തന്നിരിക്കുന്നത്. 20 രഹസ്യങ്ങൾ നമുക്കറിയാം. സന്തോഷത്തിന്റെ 5 രഹസ്യങ്ങൾ, പ്രകാശത്തിന്റെ 5 രഹസ്യങ്ങൾ, ദുഃഖത്തിന്റെ 5 രഹസ്യങ്ങൾ, മഹത്വത്തിന്റെ 5 രഹസ്യങ്ങൾ. ഈ 5 രഹസ്യങ്ങളും എല്ലാ സഭയിലും ഒന്ന് തന്നെയാണ്, അതിന് വ്യത്യാസമില്ല. എല്ലാ വ്യവസ്ഥയിലും സ്വർഗസ്വനായ പിതാവ് നന്മ പറഞ്ഞവരെയാണ് ചെല്ലുന്നത്. സ്വർഗസ്വനായ പിതാവ് നന്മ പറഞ്ഞവരെയും ചിലപ്പം ചില വ്യത്യാസം കാണുമായിരിക്കും. സ്വർഗസ്വനായ പിതാവ് ചെല്ലുന്നതിനകത്ത് നന്മ പറഞ്ഞവരെയും ചെല്ലുന്നതിനകത്ത് കുറച്ച് വ്യത്യാസം കാണുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മലങ്കര സഭയിലാണെങ്കിൽ പിന്നെ സമാധാനം നിന്നോട്, ദൈവകൃപ എന്ന് പറഞ്ഞവളെ സുസ്ഥി സമാധാനം നിന്നോടുകൂടെ, അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഓരോന്നിനകത്തും ഒക്കെ ഉണ്ട്. പക്ഷെ ഈ പ്രാർത്ഥന ഒന്ന് തന്നെയാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കത്തോലിക്കാ സഭയിൽ ഒരു ഐക്യത്തിന് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണ്. യാമപ്രാർത്ഥന എന്നൊക്കെ പറയുന്നത് എല്ലാവരും ചൊല്ലുന്നു എന്നൊക്കെ ചൊല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ പോലും ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രാർത്ഥന. അതായത് നമുക്ക് അതിന്റെ പുസ്തകം എല്ലാം കൊണ്ടു നടക്കണം, അല്ലാതെ പറ്റിയ പുസ്തകം കൊണ്ടു നടന്നാൽ തന്നെ അത് കൃത്യമായി ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ പിന്നെ ടെലിഫോണിലൂടെ കിട്ടാൻ തുടങ്ങിയോടെ എല്ലാം നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. എങ്കിൽ പോലും അതൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജനങ്ങൾ ചൊല്ലിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അത് എങ്ങനെ ഇരിക്കട്ടെ, അന്നൊന്നും ഈ ജപമാല പ്രാർത്ഥന ഇല്ലായിരുന്നു. ജപമാല പ്രാർത്ഥന ഉണ്ടായിരുന്നത് 1214 മുതലാണ്. അത് സ്വർഗം ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് തന്നതാണ്. അതിനുശേഷം സഭയുടെ ജീവിതയാത്രയിൽ ഉടനീളം പ്രതിസന്ധി ബുദ്ധിമുട്ടുകളും ഉണ്ടായപ്പം ഈ പ്രാർത്ഥന ചൊല്ലി ജയിച്ചിട്ടുണ്ട്. ഈ പ്രാർത്ഥന ചൊല്ലി അത് 24 സഭകൾക്കുള്ള പ്രാർത്ഥന, യാമപ്രാർത്ഥനകൾക്ക് പകരമുള്ള പ്രാർത്ഥനയല്ല. പക്ഷെ നമ്മൾ ഒന്നിച്ചുകൂടി ജപമാല പ്രാർത്ഥന ചൊല്ലിയാൽ ആ ജപമാല പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. നമ്മുടെ എത്രയോ പിതാക്കന്മാർ, നമുക്കറിയാം, ഫ്രാൻസിസ് മാർപ്പാപ്പ അവരെ അടുത്ത കാലത്ത് പറഞ്ഞു, ഫ്രാൻസിസ് മാർപ്പാപ്പ ദിവസവും സമ്പൂർണ്ണ ജപമാല ചൊല്ലുമെന്നാണ് പറഞ്ഞത്. അതിനെക്കുറിച്ച് അദ്ദേഹം ഒരു സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പിന്നെ മാർപ്പാപ്പ മെത്രാൻ പോലും അല്ലായിരുന്ന കാലത്ത്, ബ്യൂണസ് എയേഴ്സിൽ അവിടുത്തെ ഈശോസഭക്കാരുടെ പ്രൊവിൻഷ്യൽ ആയിരുന്ന കാലത്ത് അവിടെ ഒരു ഡേർട്ടി വാർസ് എന്ന് പറഞ്ഞ അവിടെ ഒരു സിവിൽ വാർ ഒക്കെ നടക്കുന്നുണ്ട്. അദ്ദേഹം പട്ടാളക്കാർ ചെയ്യുന്നതും ജനങ്ങൾ ചെയ്യുന്നതും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ടു കൂട്ടർക്കും അദ്ദേഹത്തോട് താല്പര്യമില്ല. അദ്ദേഹത്തെ റെക്ടർ സ്ഥാനത്തു നിന്നൊക്കെ മാറ്റി അദ്ദേഹത്തിന് ഒരു വർഷം സാമ്പത്തിക ഇയർ കൊടുത്തു അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാനായി പോകാനാണ്. അങ്ങനെ അദ്ദേഹം റോമിൽ വന്നപ്പോൾ അന്ന് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നടത്തുന്ന ഒരു ജപമാല പ്രാർത്ഥന ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കറിയാമല്ലോ, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇന്ന് ആളല്ല, അന്നൊരച്ഛൻ, സാധാരണ അച്ഛൻ അവിടെ വന്നു. ആ പ്രാർത്ഥനയ്ക്ക് അദ്ദേഹം പോയി. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ വളരെ തുറന്നു പറയുന്ന ഒരാളാണ് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം ആദ്യത്തെ അവിടെ പോയിരുന്നു. പോൾ ആറാമൻ മാർപ്പാപ്പ തന്നെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെയാണ് ജപമാല നയിക്കുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിന്റെ വലിയ വ്യക്തിയെ കുറിച്ചൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഈ ജപമാല അദ്ദേഹം പങ്കെടുത്തു. അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ഒരു രഹസ്യമൊക്കെ ഞാൻ ഏകാഗ്രതയോടെ പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ രഹസ്യമായി കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ ചിന്തയൊക്കെ അവിടെ നിന്ന് വിട്ടുപോയി. ഞാൻ ഈ ജോൺ പോൾ മാർപ്പാപ്പയുടെ ജീവിതത്തെ കുറിച്ച് ഓർത്തു. 12ാമത്തെ വയസ്സിൽ ചേട്ടൻ മരിച്ചു, 3ാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു, 12ാമത്തെ വയസ്സിൽ ചേട്ടൻ മരിച്ചു, 21ാമത്തെ വയസ്സിൽ അപ്പനും മരിച്ചു, അനാഥനായ ഒരു മനുഷ്യൻ. അന്നും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചു, പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപിയുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സ് തമ്പുരാനോട് അപേക്ഷിക്കുന്നു. അദ്ദേഹം ജീവിതത്തെ മറിയത്തിന് സമർപ്പിച്ചു. മറിയമേ പൂർണ്ണമായി നിന്റേതാണ്. അതിന് അദ്ദേഹം കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാർഗ്ഗം ജപമാല ചൊല്ലുക എന്നുള്ളതായിരുന്നു. ഇന്ന് മാർപ്പാപ്പായിട്ടും അദ്ദേഹം അത് ചൊല്ലുന്നു. അപ്പൊ ഈ ജീവിതത്തിൽ അദ്ദേഹം സമ്പൂർണ്ണ ജപമാല ചൊല്ലുന്ന മനുഷ്യനാണ്. ആ ജീവിതത്തെ മറിയം എങ്ങനെ രൂപാന്തരപ്പെടുത്തി. വാസ്തവത്തിൽ അത് ഫ്രാൻസിസിന് വലിയൊരു, അന്ന് ബർഗോളിയോയ്ക്ക് വലിയൊരു ഒരു വലിയ ബോധ്യമോ തിരിച്ചറിവാണ്. അദ്ദേഹം അതിനുശേഷം ഒരിക്കലും സമ്പൂർണ്ണ ജപമാല ചൊല്ലാതെ കിടക്കലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒരു ദിവസം സമ്പൂർണ്ണ ജപമാല, അദ്ദേഹത്തിന് ഇപ്പം 20 രഹസ്യങ്ങളും അദ്ദേഹം ചൊല്ലി പ്രാർത്ഥിക്കും. അതിനുശേഷമാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മാറ്റങ്ങളെല്ലാം വന്നത്. അദ്ദേഹം ജർമ്മനി പോയി അവിടെ വെച്ച് ഗുരുക്കഴിക്കുന്ന മാതാവിന്റെ ഒരു പള്ളിയിൽ പോയിരുന്നു പ്രാർത്ഥിച്ചു. ആ മാതാവിന്റെ ചിത്രമായിട്ട് അദ്ദേഹം അർജന്റീനയിലേക്ക് തിരിച്ചുപോയി. അവിടെ അതിന്റെ ഒരു പ്രചാരകനായി മാറി. പെട്ടെന്ന് സഹായ മെത്രാനായി, കർദിനാളായി,
കത്തോലിക്ക സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറയുന്നതാണ്, ഞാനൊരു വൈദ്യനല്ല, എനിക്ക് മരുന്നുകളൊന്നും പ്രിസ്ക്രൈബ് ചെയ്യാൻ അറിയത്തില്ല, പക്ഷെ ഞാൻ നിങ്ങൾക്ക് ഒരു 50 ഗുളിക തരാം, നന്മ നിറഞ്ഞ പറയുമെന്നുള്ള പ്രാർത്ഥന, നിങ്ങളുടെ ഏത് രോഗത്തിനും ഇത് സൗഖ്യം തരും. ഇത് സഭ അനുഭവിച്ചിട്ടുള്ളതാണ്. പ്രതിസന്ധികളിൽ സഭ അനുഭവിച്ചിട്ടുള്ളത് നമുക്കറിയാം. എങ്ങനെയാണ് ഒക്ടോബർ മാസത്തിലെ വന്നതെന്നുള്ളത് നമുക്കറിയാം. 1571 ലപ്പൻഡോ എന്ന കടലിടുക്കില് ഒരു വലിയ യുദ്ധം നടന്നു. നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം, ചരിത്രമാണത്. അവിടെ മുസ്ലിം സൈന്യവും ക്രൈസ്തവ സൈന്യവും തമ്മിൽ യുദ്ധം ചെയ്യാണ്. ക്രൈസ്തവ സൈന്യം എണ്ണത്തിൽ കുറവാണ്. അന്നത്തെ കാലത്ത് എണ്ണത്തിൽ കൂടുതലുണ്ടോ ആരുണ്ടോ അവരാണ് ജയിക്കുക. എണ്ണത്തിൽ കൂടുതലുള്ള മുസ്ലിം സൈന്യമാണ്. അന്ന് ആ ലപ്പൻഡോ കടലിടുക്കിലെ യുദ്ധത്തിൽ മുസ്ലിം സൈന്യം ജയിച്ചാൽ, കാരണം അവർ കോൺസ്റ്റാന്റിനോപ്പിളൊക്കെ പിടിച്ചടക്കി, അവര് പിന്നെ പാശ്ചാത്യ നാടുകൾ പിടിച്ചടക്കാൻ വരികയാണ്. ഇന്നത്തെ ക്രിസ്ത്യൻ രാജ്യങ്ങൾ മുഴുവൻ മുസ്ലിം രാജ്യങ്ങളായി മാറുമായിരുന്നു. ആ യുദ്ധത്തിൽ തോറ്റുപോകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം അന്ന് അഞ്ചാം പീയൂസ് മാർപ്പാപ്പ ഈ യുദ്ധത്തിൽ ജയിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചാണ് ജപമാല ചൊല്ലുക. അതേ റോമിലുള്ള കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും അൽമായരോടും ഒക്കെ ഒന്നിച്ചുകൂടാൻ പറഞ്ഞു. അവർ തുടർച്ചയായി ജപമാല പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ കടലിൽ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായത് ശത്രു സൈന്യത്തെ അല്ലെങ്കിൽ മുസ്ലിം സൈന്യത്തെ അടിച്ചു തകർത്ത് കളഞ്ഞു. ക്രിസ്ത്യാനികൾ ജയിച്ചു. അതുകൊണ്ടാണ് യൂറോപ്പ് രക്ഷപ്പെട്ടത്. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഒക്ടോബർ 7 ജപമാല രാജ്ഞിയുടെ വിജയമാതാവിന്റെ ജപമാല രാജ്ഞിയുടെ തിരുനാളാക്കി മാറ്റിയത്. അങ്ങനെയാണ് ഒക്ടോബർ മാസം ജപമാല മാസമാക്കുന്നത്. അത് ലിറ്റർജിക്കൽ ഇയർ ആയിട്ടോ അല്ലെങ്കിൽ ജപപ്രാർത്ഥനയായിട്ടോ ഒന്നും യാതൊരു ബന്ധവുമില്ല. അത് ചരിത്രപരമായ ഒരു സംഭവത്തിന്റെ പേരിൽ ഉണ്ടായതാണ്. പിന്നീട് 1873 ലിയോ 13 മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസത്തെ ജപമാല മാസമായി പ്രഖ്യാപിക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട, ഇതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ലിറ്റർജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലിറ്റർജി സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. യാമപ്രാർത്ഥനകൾ പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ അതൊന്നും അല്ല വിശുദ്ധ ജപമാല. ഒരുപക്ഷെ വേണമെങ്കിൽ വിശുദ്ധ കുർബാന എന്നുള്ളത് ഈശോയുടെ ജീവിത രഹസ്യങ്ങളുടെ ആഘോഷമാണെങ്കിൽ, സെലിബ്രേഷൻ ഓഫ് ക്രിസ്ത്യൻ ജീസസ് മിസ്റ്ററീസ്, ജപമാല എന്ന് പറയുന്നത് ഈശോയുടെ രഹസ്യങ്ങളുടെ ധ്യാനമാണ്. നമ്മുടെ സീറോ മലബാർ സഭയുടെ കുർബാന ക്രമത്തിൽ തിരുശരീരം ഉൾക്കൊള്ളുന്നതിന് മുമ്പ് അച്ഛൻ വൈദികൻ നടത്തുന്ന രഹസ്യ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നത്, കർത്താവെ, ഞങ്ങൾ സ്വീകരിച്ച ഈ വിശുദ്ധ രഹസ്യങ്ങളുടെ ശക്തിവിശേഷം ഞങ്ങൾ പ്രകടമാക്കണം. ഈ പ്രാർത്ഥന നമുക്ക് ജപമാലയിലും പ്രാർത്ഥിക്കാം. അതൊക്കെ വ്യക്തിപരമായ പ്രാർത്ഥനയല്ല. ഞങ്ങൾ ധ്യാനിച്ച ഈ രഹസ്യങ്ങൾ, ദിവ്യ രഹസ്യങ്ങളുടെ ശക്തിവിശേഷം ഞങ്ങൾ പ്രകടമാക്കണം. ഇത് യാമപ്രാർത്ഥനകൾക്ക് പകരമല്ല. ഇത് യാമപ്രാർത്ഥനകൾക്ക് അപ്പുറമുള്ള സ്വർഗത്തിന്റെ ഒരു പ്രാർത്ഥന. ഇത് 24 സഭകളെയും കൂട്ടായി നിർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. ഇതെല്ലാ സഭയും പ്രാർത്ഥിക്കണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം കൂടി, ചരിത്രപരമായ ഒരു കാര്യം കൂടി ഓർക്കണം. നമ്മുടെ നാട്ടില് ജപമാല പ്രാർത്ഥനകൾ സജീവമായിരുന്ന ഒരു കാലത്ത്, ഇതൊക്കെ കേരളത്തില് ജപമാല പ്രാർത്ഥനകള് നടപ്പാക്കിയത് 1868 മുതൽ 1877 വരെ കേരള സഭയെ ഭരിച്ചിരുന്ന ലേണാർഡ് മെല്ലാനോ എന്ന് പറയുന്ന വികാരി, അപ്പസ്തോലിക് വികാരിയായിരുന്ന അദ്ദേഹം നടത്തിയെന്നാണ് 1860. അതിനെക്കുറിച്ച് എനിക്ക് ഉറപ്പില്ല, ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞു. അന്നു മുതൽ ഈ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി മാറി. ഞാൻ ലോകത്തിലെ പല ഭാഷകളിൽ ഈ ജപമാല പ്രാർത്ഥന പറയുന്നുണ്ട്. നമുക്കറിയാം, ഇംഗ്ലീഷും ലത്തീനും ഒക്കെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ചില ഭാഷകൾ, ജർമ്മൻ ഭാഷ, അങ്ങനെ ചില ഭാഷകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിനകത്തൊക്കെ നമ്മൾ ഭാഷ പഠിക്കാൻ എളുപ്പത്തിന് നമ്മൾ സ്വർഗസ്വനായ പിതാവ് നന്മ പറഞ്ഞവരെ പഠിക്കും. അപ്പൊ ജപമാല എഴുതാൻ പിന്നെ എളുപ്പമാണ്. അതിനകത്തൊന്നും ഇല്ല എന്നെ കാണിക്കാത്ത എന്നെ സ്പർശിക്കാത്ത, അല്ലെങ്കിൽ എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഞാൻ പറയാം. ജപമാല സമർപ്പണം എന്നൊരു പ്രാർത്ഥന എങ്ങും ഒരു ജപമാലയിൽ നമ്മൾ കണ്ടിട്ടില്ല. ജപമാല സമർപ്പണം ഓരോരുത്തരും വ്യക്തിപരമായി സമർപ്പിക്കുകയാണ്. നമ്മുടെ സഭയിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. അതിനകത്ത് നമ്മൾ പറയുന്നത് എന്താ? മുഖ്യധനായ മിഖായേലെ, സുഗറിയേലെ, റഫായേലെ, സ്ലേമാരായ മാർ പത്രോസെ, മാർ പൗലോസെ, മാർ യോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർ തോമായെ. തോമാസ്ലിയ പിതാവായിരിക്കുന്ന ഭാരത സഭയ്ക്ക് മാത്ര. ഇത് ഭാരത സഭയുടെ പ്രാർത്ഥനയാക്കി നമ്മുടെ പൂർവികന്മാർ മാറ്റിയതാ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ നമുക്ക് സീറോ മലബാർ സഭ മാർത്തോമായാണല്ലോ നമ്മുടെ പിതാവായ വിശ്വസും മലങ്കരക്കാരതെ. ഇപ്പൊ ലത്തീൻ സഭ അങ്ങനെ അതിനോട് യോജിക്കുന്നില്ല. പക്ഷേ ഭാരത സഭയുടെ പിതാവായി ആഗോള സഭ അംഗീകരിച്ചത് മാർത്തോമായാണ്. ഞങ്ങളുടെ പിതാവായ മാർത്തോമായ എന്ന ജപമാല പ്രാർത്ഥന നമ്മൾ ചെല്ലുന്നുണ്ട്. എല്ലാ കുടുംബത്തും ചെല്ലുന്നുണ്ട് ദിവസവും. ഈ ജപമാല നിങ്ങൾ മാതാവിന് സമർപ്പിക്കണമെന്ന്. അപ്പൊ നമ്മുടെ സഭയുടെ വികാരവുമായി ചേർന്നാണ്. നമ്മുടെ പിതാക്കന്മാരെല്ലാം പ്രോത്സാഹിപ്പിച്ചിരിക്കുന്നതാണ്. നമ്മുടെ പിതാക്കന്മാർ സീറോ മലബാർ സഭയിലും മലങ്കര സഭയിലും ഇപ്പൊ കാവുകാട്ട് പിതാവൊക്കെ ജപമാല ചെല്ലുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഇടയലേഖനങ്ങൾ ഞാൻ വീണ്ടും എടുത്ത് വായിച്ചു പഠിച്ചിട്ടുണ്ട്. ജപമാല ചൊല്ലണം, ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം സമൂഹത്തെ തിന്മകൾക്കെതിരെ. ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധപ്പെടുത്തട്ടെ. ഈ ജപമാല ഇതുപോലെ നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥിച്ചിരുന്ന കാലത്ത് ഒരുപക്ഷെ ഇഞ്ചി നടുമ്പോഴും അല്ലെങ്കിൽ കപ്പ നടുമ്പോഴും അതൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്ന കാലങ്ങൾ. ഞാൻ ഓർക്കുന്നുണ്ട്.
ഞങ്ങളൊക്കെ കുഞ്ഞുങ്ങളായിരുന്ന കാലത്ത് ധാരാളം ഇഞ്ചി കൃഷിയുള്ള ഒരു കുടുംബത്താണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഇഞ്ചി എല്ലാം പറിച്ചിട്ടിട്ട് പുലർച്ചെ വലിയപ്പനും ഒക്കെ കൂടി ഇഞ്ചിയുടെ വേര് പറിക്കാനായിട്ട് എല്ലാവരും കൂടെ ഇരിക്കും, മക്കളും ഒക്കെ ഇരിക്കും. ഇഞ്ചിയുടെ വേര് പറിക്കാന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് അറിയാവുന്നറിയില്ല. അന്നേരം ഇതാണ് വല്യപ്പൻ ഇങ്ങനെ സ്വർഗ്ഗസ്നായപിതാവ് ഞങ്ങൾ പരിശുദ്ധം അറിയുന്നില്ല, വേറെ വ്യർത്ഥഭാഷണങ്ങൾ ഉണ്ടാകത്തില്ല. അതിനകത്തൊരു ബുദ്ധിമുട്ട് ആർക്കും തോന്നിയിട്ടില്ല. ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന കാലത്ത് നമ്മുടെ കുടുംബത്ത് ഐശ്വര്യങ്ങളുണ്ട്, നമ്മുടെ കുടുംബത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്ത് വിശ്വാസം ഉണ്ടായിരുന്നു, നമ്മുടെ കുടുംബത്ത് വ്യക്തിബന്ധങ്ങൾക്ക് തകർച്ച ഉണ്ടായിരുന്നില്ല, നമ്മുടെ കുടുംബങ്ങൾ സോളിഡ് ആയിരുന്നു, നമ്മൾ വളർന്നുകൊണ്ടിരുന്നു. അന്ന് അതായത് എന്റെ വല്യപ്പന്റെ ഒക്കെ കാലത്ത്, ഒരുപക്ഷെ എന്റെ കാലത്ത്, പിന്നീട് കാലത്ത്, ഞങ്ങളുടെയൊക്കെ കാലം വരുന്നവരെ ഉത്തരീയം ധരിക്കാൻ കത്തോലിക്കരെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അമ്മയുടെ പറഞ്ഞതിലുള്ള ഒരു വിശ്വാസമാണ്. അതൊന്നും യാമ പ്രാർത്ഥനകളോ ലിറ്റേർജിയായിട്ടോ അല്ലെങ്കിൽ ആരാധന വത്സക്രമമായിട്ടോ ഒന്നും ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല അതൊന്നും. അതിനെ ഇതുമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ഒരുപക്ഷെ ഇതിന്റെ അല്ലെങ്കിൽ ജപമാലയോടുള്ള ഭക്തി കുറയ്ക്കാൻ വേണ്ടി ആരും ശ്രമിക്കുക. അത് യാമപ്രാർത്ഥനകൾ ചെല്ലണം. അതെങ്ങനെയാണോ സഭയുടെ വ്യക്തിപരമായ നിയമം അനുസരിച്ച് അത് ചെല്ലണം. അത് പകരാലിത് ജോൺ പോൾ രണ്ടാമൻ പരിശുദ്ധ അമരത്തിന്റെ ജപമാല എന്നുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന യാമപ്രാർത്ഥനകൾ നമ്മൾ ചൊല്ലണം. പാശ്ചാത്യ സഭകളിലും പൗരസ്ത്യ സഭകളിലും രൂപം കൊണ്ടിരുന്ന പ്രാർത്ഥനകളുണ്ട്. ഇതെല്ലാം 24 സഭകൾ അനുഷ്ഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന യേശുനാമ പ്രാർത്ഥനയില്ലേ, ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് എന്നാണ്. പക്ഷേ അത് പൗരസ്ത്യ സഭയിൽ ഉണ്ടായിരുന്നതാണ്. ദാവീദിന്റെ പുത്രനായ യേശുവെ പാപിയായ എനിക്കറിയണമേ, യേശുനാമ പ്രാർത്ഥന. സാധകന്റെ സഞ്ചാരം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അത് വായിച്ചു നോക്കിയാൽ നമുക്കറിയാം എന്തുമാത്രം പൗരസ്ത്യ സഭകൾ ഇതിനെ ആഗ്രഹിച്ചത്. നമ്മൾ ഈ ഒരു കൂട്ടായ്മയാകുമ്പോൾ എല്ലാ സഭകളിലുള്ള ഭക്തികൾ നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. നമുക്കറിയാം അരൂപിയിലുള്ള ദിവ്യാരണ സ്വീകരണത്തെ കുറിച്ച്, അതിനകത്ത് ഫാദർ ലോറൻസ് സ്കുപ്പോളി എഴുതിയ പിന്നെ അദൃശ്യ പോരാട്ടം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ഒരു ക്ലാസിക് പുസ്തകമാണ്, ആത്മീയതയിൽ ഒരു ക്ലാസിക് ബുക്കാണ്. ഷാലോം അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, പിന്നെ റോയ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. റോയ് ഫൗണ്ടേഷൻ പ്രസിദ്ധീകരിച്ച കുറെ കൂടെ കോമ്പാക്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൂടുതലായിട്ടുള്ള വിവരങ്ങളുണ്ട്. അതിന്റെ വിവർത്തനം ചെയ്യുമ്പോഴും രണ്ടും വിവർത്തനം ചെയ്തതാണ്. അത് വിവർത്തനം ചെയ്യുമ്പോൾ അതിനകത്ത് ചില ഭാഗങ്ങളുണ്ട്. അതായത് അതിനകത്ത് അരൂപിയിലുള്ള ദിവ്യാരണ സ്വീകരണത്തെ കുറിച്ചൊക്കെ പറയുന്ന ഒരു കാര്യമാണ്. പാശ്ചാത്യ സഭ അരൂപിയിലുള്ള ദിവ്യാരണ സ്വീകരണത്തെ കുറിച്ച് വിശ്വവാനം സ്വീകരിക്കാൻ പറ്റാത്തപ്പോൾ മാത്രം സ്വീകരിക്കേണ്ട ഒന്നായിട്ടാണ് വിശ്വവാന സ്വീകരണത്തെ കുറിച്ച് പാശ്ചാത്യ സഭ പഠിപ്പിക്കുന്നത്. എന്നാൽ പൗരസ്ത്യ സഭ അങ്ങനെയല്ല. പൗരസ്ത്യ സഭ പഠിപ്പിക്കുന്നത് എപ്പോഴും നമ്മൾ നടത്തേണ്ട ഒന്നാണ് അരൂപിയിലുള്ള ദിവ്യാരണ സ്വീകരണം. വിശ്വകുർബാന കൂദാശയ്ക്ക് അടുത്തത് ഒരു പ്രാവശ്യം മാത്രമേ സ്വീകരിക്കാൻ സാധിക്കുള്ളൂ. എന്നാൽ അരൂപിയിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സ്വീകരിക്കാം. എപ്പോഴും ഈശോയോടൊത്ത് ജീവിക്കാം, എപ്പോഴും ഈശോയോടൊത്ത് ജീവിക്കാം. അതൊക്കെ ഓരോ സഭയിലുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ, പിന്നെ ആത്മീയ പിതാക്കന്മാർക്ക് കിട്ടിയ ഉൾക്കാഴ്ചകളാണ്. അതെല്ലാം നിർബന്ധമായിട്ടല്ല. ആ സഭയിലായതുകൊണ്ട് ആ സഭയിലുള്ള എല്ലാവരും അത് സ്വീകരിക്കുന്നില്ല, ഈ സഭയിലുള്ളവരെല്ലാവരും സ്വീകരിക്കണമെന്നില്ല. പക്ഷെ അതൊക്കെ നമുക്കുകളെ സംബന്ധിച്ച് ഓരോ സഭയുടെ വ്യക്തിപരമായ വ്യക്തി നിയമങ്ങൾ, തനത് നിയമങ്ങളുണ്ട്, പർട്ടിക്കുലർ ലോസ് എന്നൊക്കെ പറയും. അതൊക്കെ അനുസരിച്ചുള്ളത് നമ്മൾ അനുസരിക്കണം, വേണം. പക്ഷേ ജപമാല പ്രാർത്ഥന ചൊല്ലുന്നതിന് സ്വർഗം നമുക്ക് തന്ന പ്രാർത്ഥന ലൂർദിലും ഫാത്തിമയിലും ഗാരബന്ധാളിലും ആംസ്റ്റർഡാമിലും എല്ലാം പ്രത്യക്ഷപ്പെട്ട അമ്മ പറഞ്ഞ ഈ പ്രാർത്ഥന, അത് യാമപ്രാർത്ഥനയായിട്ട് ബന്ധപ്പെടുത്തുന്നത് തന്നെ ശരിയല്ല. അത് സഭയുടെ പരിശുദ്ധ സ്വർഗത്തിന്റെ ഒരു ആഗ്രഹമാണ്. ലോകത്തിൽ പടരുന്ന തിന്മകളെ നേരിടാൻ, സാത്താന്റെ ഈ അഴിഞ്ഞാട്ടം തടയാൻ നമ്മൾ ഈ ജപമാല പ്രാർത്ഥന ചെല്ലണം എന്നുള്ളത് സ്വർഗത്തിന്റെ ആഗ്രഹമാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അത് കേരള സഭയിൽ ഏതാണ്ട് 1900 തുടക്കം മുതൽ 1897 വരെയാണ് ഈ ലേണാട് മെല്ലാനോ മെത്രാപ്പൊലീത്ത വികാരി അപ്പോസ്തലിക്കായിട്ട് ഇവിടെ വാണതെന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് ഒരുപക്ഷെ ഇനി ഒരുപക്ഷെ കൂടുതൽ പഠിക്കണം. അതിന് മുമ്പ് ജപമാല ഉണ്ടായിരുന്നു, കർമ്മലീത്ത മിഷണറിമാരൊക്കെ വന്നുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എല്ലാ കുടുംബങ്ങളിലും ജപമാല പ്രാർത്ഥന ചെല്ലണം അദ്ദേഹമാണ് കൽപ്പിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഈ കർമ്മലീത്ത മിഷണറിമാരൊക്കെ ചേർന്ന് പ്രചരിപ്പിച്ചാവും. ഏതായാലും ഇന്ന് നമ്മുടെ തലമുറ വരെയുള്ളവരുടെ വിശ്വാസത്തിന്റെ ഒരു ഭാഗമായിട്ടുണ്ട് ജപമാല. കയ്യിലൊരു ജപമാല ഉണ്ടാവുക, ആ ജപമാല പ്രാർത്ഥിക്കുക. ഇതിപ്പോ നമ്മൾ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചോക്കണം. നമ്മൾ വണ്ടിയിലൊക്കെ ജപമാലകൾ തൂക്കിയിടുന്നത് ഒരു ഫാഷനായി പോലും മാറിയിട്ടുണ്ടോ എന്ന് വിഷയമുണ്ട്. പക്ഷെ ക്രിസ്ത്യാനികളല്ലാത്തവരും ജപമാല തൂക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളല്ലാത്തവർ പോലും, കത്തോലിക്കരല്ലാത്തവർ മാത്രമല്ല, ക്രിസ്ത്യാനികളല്ലാത്തവരും ജപമാല തൂക്കുന്നത്. എന്തോ ജപമാലയ്ക്ക് ഒരു ശക്തി ഉണ്ടെന്ന് അവർക്ക് പോലും മനസ്സിലായിരിക്കും. ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ യാമപ്രാർത്ഥനയായിട്ട് ഇത് സ്ട്രൈക്കുന്നത്. ഒരിക്കലും ഇല്ല. യാമപ്രാർത്ഥനയാണ്. കൂദാശികൾക്ക് വേറാണോ ജപമാല? അല്ല. വിശ്വകുർബാനയ്ക്ക് വേറാണോ ജപമാല? അല്ല. ഇതൊരു പ്രത്യേക തരം, ഇത് സ്വർഗം നമുക്ക് തന്നൊരു പ്രാർത്ഥനയാണ്. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. നമ്മൾ ബസ് യാത്ര ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കാം, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം, നമ്മൾ അടുക്കള ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാം. നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തെ യേശുവിൽ ഒരു ജീവിതമാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. അപ്പോ ഇങ്ങനെ നമ്മൾ ചൊല്ലുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത, ഈ സമയത്ത് സാത്താനെ നമ്മളെ ഉപദ്രവിക്കാൻ സാധിക്കത്തില്ല. കാരണം നമ്മളിൽ നിന്ന് വചനത്തിന്റെ ശക്തി, നമുക്കറിയത്തില്ലേലും ദൈവവചനത്തിന്റെ ശക്തി നമ്മൾ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ പ്രവാഹം നമുക്കറിയാമല്ലോ. ഒക്ടോബർ മാസത്തിലൊക്കെ നമ്മുടെ നാട്ടിൽ എല്ലാ പള്ളികളിലും 10 ദിവസം വിശ്വകുർബാന ദിവ്യാരനെ എഴുന്നള്ളിച്ചു വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്.
ദിവ്യകാരണത്തോട് നോക്കി നമ്മൾ എന്താ പറയുന്നത് 50 തവണ നിന്റെ ഉദരഫലമായി ഈശോ ഒറ്റ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഏതാ? മറിയത്തിന്റെ മകനായി ലോകത്തിലേക്ക് വന്ന ഈശോ. അവൻ മാത്രമാണ് രക്ഷകൻ. ആ മകൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം, അമ്മേ പാപികളാണ് ഞങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണേ. എന്തിനാ? ഈശോ അനുഭവം ഞങ്ങൾക്ക് കിട്ടാൻ, ഈശോയെ രക്ഷകൻ നാഥനുമായി പ്രഘോഷിക്കാൻ, ഈശോയുടെ രക്ഷാകര ശക്തി ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, നാട്ടിലേക്ക് വ്യാപരിക്കാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്, എത്ര വ്യക്തിപരമായ ഒരു പ്രാർത്ഥനയാണ്. സങ്കീർത്തനങ്ങൾക്ക് പകരം അല്ലത്, യാമപ്രാർത്ഥനകൾക്ക് പകരം അല്ലത്. അത് സ്വർഗം നമുക്ക് തന്ന സവിശേഷമായ ആയുധമാണ്. അതും ഇതുമായിട്ടൊന്നും ക്ലബ് ചെയ്ത് ഈ പ്രാർത്ഥനയുടെ മഹത്വമോ അല്ലെ ഈ പ്രാർത്ഥനയുടെ മനോഹാരിതയോ വിശുദ്ധിയോ ആസ്വാദ്യതയോ നഷ്ടപ്പെടുത്തരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. വളരെ വ്യക്തമായി തന്നെ സാർ മറുപടി തന്നിരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ചോദ്യം എന്ന് തോന്നിയതുകൊണ്ടാണ്. നമുക്ക് സഭയിൽ ജപമാലയുടെ പ്രാധാന്യം, അതായത് സഭയുടെ വളർച്ചയിൽ ജപമാല വഹിച്ച പങ്കിനെ കുറിച്ചാണ് ഒന്ന് ചോദിക്കാനുള്ളത്. ഇതിനോട് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളതാണ്, ജപമാല ഭക്തി കുറഞ്ഞു പോയ സമയങ്ങളൊക്കെ സഭയ്ക്കുണ്ടായിട്ടുണ്ട്. ഈ ഒരു കുറഞ്ഞു പോയ സമയത്ത് സഭയ്ക്കുണ്ടായ പ്രതിസന്ധികളും അല്ലെങ്കിൽ സഭ നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിക്കാമോ? പരിശുദ്ധ അമ്മ സാത്താന്റെ പിടിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ, ലോകത്ത് പരക്കുന്ന പ്രബോധനങ്ങളിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ 1214 ജപമാല പഠിപ്പിച്ചു. വിശുദ്ധ ഡൊമിനിക്കൻ വൈദികരും അവർ ചെന്നിടങ്ങളിലെല്ലാം ജപമാല പ്രചരിപ്പിച്ചു. ജപമാല ശക്തമായി പ്രചരിച്ചു. ലോകത്തെമ്പാടും ജപമാല സഖ്യങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ജപമാല പ്രചരിച്ചതോടെ അന്ന് ലോകത്ത് സഭ നേരിട്ടിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്ന അൽബിജൻസിസ് പാഷാണ്ഡത ഇല്ലാതായി. ദാമ്പത്യം ഒരു വിശുദ്ധ കൂദാശയാണ് എന്ന് സഭ അംഗീകരിച്ചു. നമുക്കറിയാം, അതിനെക്കുറിച്ചൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉള്ളവരുണ്ട്. ഒരു കൗതുകരമായ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഫെഡറിക് ഓസാന മരിച്ചപ്പം, അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 12ാം പീസ് മാർപ്പാപ്പയാണ് സെരിസോയെ ഭരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കേട്ടിരിക്കുന്ന ഒരു കഥയാണ്. ഒരു കർദിനാളി എന്ന് മാർപ്പാപ്പയോട് പറഞ്ഞു, ഫെഡറിക് ഓസാന മരിച്ചു. നിങ്ങൾക്കറിയാം, ഫെഡറിക് ഓസാനയാണ് വിൻസെന്റ് ഡി പോൾ സൊസൈറ്റി സ്ഥാപിച്ചത്. അപ്പൊ മാർപ്പാപ്പ വളരെ ഇതോടെ അദ്ദേഹത്തിന് എന്തായിരുന്നു അസുഖം എന്നൊക്കെ ചോദിച്ചു. അവര് കുറെ നേരം അതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ഈ കർദിനാളിൽ പറഞ്ഞു, ഹി ഹാസ് ഡൺ ഓൺലി വൺ മിസ്റ്റേക്ക്. അദ്ദേഹം ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അപ്പം മാർപ്പാപ്പ ചോദിച്ചു, വാട്ട് ഈസ് ദ മിസ്റ്റേക്ക് ഹി ഹാസ് ഡൺ? അപ്പൊ ഹി ഗോട്ട് മാരീഡ്. അദ്ദേഹം വിവാഹം കഴിച്ചു. അപ്പൊ അതേ ടോണില് മാർപ്പാപ്പ ചോദിച്ചു, അപ്പം യുവർ എമിനൻസ് എന്ന് പറഞ്ഞാൽ കർദിനാൾമാരെ വിളിക്കുന്ന അങ്ങനെയാണല്ലോ, യുവർ എമിനൻസ്, അല്ലെങ്കിൽ അഭിമന്യ പിതാവേ, ഈശോ മിശിഹാ 6 കൂദാശി ഒരു മിസ്റ്റേക്ക് ആണോ സ്ഥാപിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു വന്നതാണ്, ദാമ്പത്യത്തെ കുറിച്ച് അങ്ങനെയുള്ള ചിന്തയുള്ളവർ ഇപ്പോഴൊക്കെ കാണും. പക്ഷേ ഈശോ മിശിഹ സ്ഥാപിച്ച ഒരു കൂദാശയാണ്. അങ്ങനെ ആ അംഗീകാരത്തോടെ സഭ ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ട പോരുകയാണ്. പക്ഷേ സാവകാശം ഈ ജപമാല സഖ്യങ്ങൾ നിർജീവമാകാൻ തുടങ്ങി. ജപമാല പ്രാർത്ഥന ചടങ്ങായി. അങ്ങനെ ചടങ്ങാകുമ്പോഴേക്കും അതിനൊരു അഭിഷേകം കിട്ടത്തില്ല. അഭിഷേകം കിട്ടാതെ പതുക്കെ പതുക്കെ അതില്ലാതായി മാറി. ഒരുപക്ഷെ എല്ലാ ഭക്തി പ്രസ്ഥാനങ്ങൾക്കും സഭയിൽ സംഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ സഭാ ജീവിതത്തിനും പറ്റും. സഭ കുറെ കാലമൊക്കെ വളരെ ആവേശത്തോടെ നമ്മുടെ കാരണവന്മാരൊക്കെ കർത്താവ് ചോദിക്കുന്നുണ്ടല്ലോ വെളിപാടിന്റെ പുസ്തകത്തിൽ, നിന്റെ ആദ്യ സ്നേഹം എവിടെ പോയി? നിന്റെ ആ ഫസ്റ്റ് ലവ് അത് നമുക്കൊക്കെ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു അനുഭവമാണിത്. ഇങ്ങനെ ജപമാല വല്ലാത്ത ഒരു ജപമാല ചൊല്ലുകൊണ്ട് യൂറോപ്പിലൊക്കെ നിന്ന സാഹചര്യത്തിലായി. അങ്ങനെ ഇരുന്ന ഒരു സാഹചര്യത്തിലാണ് ലോകത്ത് നമ്മൾ കേട്ടിട്ടുണ്ടാവും 1349 പിന്നെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന ഒരു വലിയ ഫ്ലൂ. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് കിഴക്കൻ യൂറോപ്പിൽ ആരംഭിച്ച് യൂറോപ്പിനെ മുഴുവൻ കൊന്നു. അതാണ്ട് അത് പിടിച്ച 100 പേരിൽ ഒരാളെ ജീവിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരിച്ചു. അപ്പോ വീണ്ടും ജനങ്ങള് ആകുലരായി. എന്താണ് ഇങ്ങനെ ഓരോ ഇങ്ങനെയുള്ള വലിയ മാരകമായ പകർച്ചവ്യാധികൾ വരുമ്പോഴും ദൈവത്തിന്റെ കൃപ കിട്ടാത്തതാണ്. ദൈവം ശിക്ഷിക്കാന്നൊക്കെ പറയും. എങ്കിൽ അതെങ്കിലും ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ നമുക്ക് എന്ത് പറ്റി എന്നുള്ള ഒരു വലിയ ആശങ്കയായി ലോകത്ത്. അങ്ങനെ വന്നപ്പോഴാണ് സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും ഉള്ള പോലെ ചില ഭക്തർ പറഞ്ഞു, സുഖലോലുപതയാണ് പ്രശ്നം. സുഖലോലുപത ഒരു പ്രശ്നം തന്നെയാണ്. സുഖലോലുപതയിലൂടെ നമ്മൾ ദൈവവിശ്വാസത്തിനൊക്കെ അകന്നു പോകുന്നുണ്ട്. അതിന് അവരൊരു പരിഹാരം പറഞ്ഞു, എന്നിട്ട് സ്വയം പീഡിപ്പിക്കുക. അത് വന്നേരപ്പോഴത്തേക്കും അവർ ഭക്തി പ്രസ്ഥാനം ഉണ്ടായി. സ്വയം പീഡിപ്പിക്കുക, നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാട്ടവാറ അടിക്കുക, പട്ടിണി കിടക്കുക, അങ്ങനെ സ്വയം പീഡിപ്പിച്ച് മരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ഭക്തി പ്രസ്ഥാനം, വലിയ ഭക്തി പ്രസ്ഥാനമാണ്. അത് നമുക്ക് കേട്ടാലൊക്കെ ഒരു വലിയ ഭക്തി പ്രസ്ഥാനമായിട്ട് തോന്നും. പക്ഷെ ജീവന്റെ വില പോലും അവര്
കണക്കാക്കാതെ വന്നു. അങ്ങനെ അതിനെ ഒരു ഹെററ്റിക്, ഒരു പാഷാണ്ഡതയായി സഭയ്ക്ക് പ്രഖ്യാപിക്കേണ്ടി വന്നു. അങ്ങനെ സഭ ഈ ബ്ലാക്ക് ഡെത്തിനോടൊപ്പം മറ്റൊരു മുഖത്തുകൂടി സഭ വെല്ലുവിളി നേരിടുകയാണ്. നമുക്ക് അത് 1349 ക്ലമന്റ് മാർപ്പാപ്പയാണ് ആ പാഷാണ്ഡതയെ ശപിച്ചത്. ഇതല്ല ക്രൈസ്തവ ജീവിതം. സ്വയം പീഡനം എന്ന് പറഞ്ഞാൽ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ജീവനെ സംരക്ഷിക്കുക, ജീവന്റെ മഹത്വം കാത്തു സൂക്ഷിക്കുക, വേറൊരാളെ നിർബന്ധിച്ച് പീഡിപ്പിക്കാൻ നമുക്ക് അവകാശം. പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അർത്ഥത്തിലല്ല കേട്ടോ, ലൈംഗിക പീഡനമല്ല ഉദ്ദേശിക്കുന്നത്. അടി, തല്ല്, ചാട്ടവാറ് കൊണ്ടുള്ള അടി, മുറിവുണ്ടാക്കുക, എന്നിട്ട് അത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആവശ്യമാണ്. ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ആത്മപരിത്യാഗ പ്രവൃത്തികളൊക്കെ നല്ലതാണ്. പക്ഷെ അത് ഒരിക്കലും ജീവന് തടസ്സമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തടസ്സമായിട്ടോ നമ്മൾ ആകരുത്. അങ്ങനെയൊക്കെ ഉള്ള സഭയുടെ ഔദ്യോഗിക നിലപാടുകൾ മാർപ്പാപ്പ എന്ന് വെച്ചു. എങ്കിലും ഈ ഭക്തി അങ്ങ് ഈ പാഷാണ്ഡത വീണ്ടും സഭയിൽ അങ്ങനെ നമുക്കറിയില്ല. ചില പാഷാണ്ഡതകൾ വന്നാൽ അത് പരസ്യമായിട്ടൊക്കെ കെട്ടടങ്ങിയാലും അതിങ്ങനെ സബ്സൈഡ് ചെയ്തേക്കും. പിന്നെ ഇത് തെറ്റാണോ, മാർപ്പാപ്പ പറയുന്നത് ശരിയല്ലേ, അതായത് ഇതിങ്ങനെ മാർപ്പാപ്പ പറയുന്നത് ശരിയാണോ, ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അങ്ങനെയല്ലേ, കർത്താവ് കുരിശ്, ഇങ്ങനെയൊക്കെ പല ന്യായങ്ങൾ വരും. ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് സഭയ്ക്കുണ്ടായി. മൂന്നാമതൊരു ബുദ്ധിമുട്ടുണ്ടായത് 1378 മുതൽ 1417 വരെ ഗ്രേറ്റ് ഷിസം, വെസ്റ്റേൺ സഭ, പാശ്ചാത്യ സഭയുടെ ഗ്രേറ്റ് ഷിസം, ശീഷ്മ എന്ന് പറയും. അതായത് ഒരേ സമയം 2-3 മാർപ്പാപ്പമാരുണ്ടാകുക. ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ സഭയ്ക്കായി. അവിഞ്ഞോൺ ഞാൻ അതിനെക്കുറിച്ച് ചരിത്രം പറഞ്ഞാൽ ഇച്ചിരി നീണ്ടുപോകും. അവിഞ്ഞോൺ ക്യാപ്റ്റിവിറ്റി, മാർപ്പാപ്പ അവിഞ്ഞോണി തടവുകാരനായ റോമിൽ തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇത് 1417 മാർട്ടിൻ മാർപ്പാപ്പ ഇതിനെ മാർട്ടിൻ മാർപ്പാപ്പ, 4-ാമൻ മാർപ്പാപ്പ റോമിലെത്തിയതോടെയാണ് ഈ ഇത് അവസാനിക്കുന്നത്. ഈ കാലഘട്ടത്തിലാണ് 1460 ബ്രിട്ടനിയിലെ ഒരു ഡെനിൻ എന്ന് പറയുന്ന ആശ്രമത്തിലെ ഒരു ഡൊമിനിക്കൻ വൈദികനായിരുന്ന ഫാദർ അലൻ, അദ്ദേഹം അക്കാലത്ത് അറിയപ്പെടുന്ന ഒരു ദൈവശാസ്ത്രജ്ഞനാണ്. ഈ ജപമാല എന്നൊക്കെ പറഞ്ഞ ദൈവശാസ്ത്രം ഒന്നും അറിയത്തില്ലാത്തവർക്കും അല്ലെങ്കിൽ പാവങ്ങൾക്കും ഉള്ളതാണെന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല, അദ്ദേഹം അങ്ങനെ ഒരു ഒരാളായിരുന്നു, ഒരു വലിയ ദൈവശാസ്ത്രജ്ഞൻ. അദ്ദേഹം ഒരിക്കൽ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ജീവകാരുണ്യത്തിൽ നിന്ന് ഈശോ അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം തന്നെ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈശോ അദ്ദേഹത്തോട് ചോദിച്ചു, നീ എന്നെ എന്നും എന്തിനാണ് ക്രൂശിക്കുന്നത്? അപ്പൊ അദ്ദേഹം ഒന്ന് പകച്ചുപോയി. അദ്ദേഹം അങ്ങനെ ഒരു അവിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരാളൊന്നുമല്ല. നമ്മൾ സാധാരണ നോക്കുന്ന അനുസരിച്ച് ഒരു സാധാരണ വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരച്ഛനാണ് അദ്ദേഹം. അദ്ദേഹം ഇങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നീ ജപമാല പ്രഘോഷിക്കാത്തത്? നീ ജപമാല പ്രഘോഷിക്കാത്തത് കൊണ്ട് നശിച്ചു പോകുന്ന ആത്മാക്കൾക്ക് നീ കണക്ക് പറയേണ്ടി വരും. ഇതൊക്കെ ഒരു വ്യക്തിപരമായ ഒരു റെവലേഷനാണ്, വെളിപാടാണ്. ഇത് വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ട് ഞാൻ പങ്കുവെക്കാണ്. അപ്പൊ അദ്ദേഹം ഈശോയ്ക്ക് ഒരു വാക്ക് കൊടുത്തു, ഞാൻ ഈ വിശുദ്ധ ഡോമിനിക്കിന്റെ കാലത്ത് സ്ഥാപിക്കപ്പെട്ട ജപമാല സഖ്യങ്ങളെല്ലാം പുനരുദ്ധരിക്കുക. അങ്ങനെയാണ് ജപമാലയ്ക്ക് രണ്ടാമതൊരു പുനരുദ്ധാരണം ഉണ്ടായി വരുന്നത്. അതിനുശേഷം സഭ നേരിടുന്ന അതിനുശേഷമാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ 1517 ഇലപ്പന്റെ കടലുടുക്കല് യുദ്ധത്തിലൊക്കെ സഭ ഈ ജപമാല ഉപയോഗിക്കുന്നത്. ജപമാല ഇങ്ങനെ ആയുധമായി സഭ ഉപയോഗിക്കുന്നതിന്റെ കഥകൾ, നിരവധി കഥകൾ നമുക്കറിയാം. നമ്മുടെ മദർ തെരേസയെ സംബന്ധിച്ചിടത്തോളം കാലവും സമയവും ദൂരവും സമയവും എല്ലാം അമ്മ അളന്നിരുന്നത് ജപമാല കൊണ്ടാണ്. അദ്ദേഹത്തിന്റെ അവരുടെ ആത്മഹത്യ എഴുതിയിരിക്കുന്ന നവീൻ ചൗള, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷനൊക്കെ ആയിരുന്നു നവീൻ ചൗള. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അമ്മയോട് ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് പോകാൻ എത്ര ദൂരം എന്ന് ചോദിച്ചാൽ പറയും 2 കൊന്തയല്ലുള്ള ദൂരമുള്ളത്. അങ്ങനെ അദ്ദേഹത്തിന് എനിക്കൊന്ന് റോമിൽ വെച്ചാണോ ഒരു വിദേശ രാജ്യത്ത് വെച്ചൊരു അബദ്ധം പറ്റി. എന്തോ ഒരു അകലമുണ്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു 1 കൊന്തയ്ക്കുള്ള അകലമുള്ളത്. സാറ് വരുന്നോന്ന് ചോദിച്ചു. വരുന്നെന്ന് പറഞ്ഞ് പറഞ്ഞു. അത് നടന്ന് അടുത്തെന്ന് പറഞ്ഞു. 1 കൊന്തയ്ക്കുള്ള സമയം എന്ന് പറഞ്ഞാൽ അതേ പറഞ്ഞു 8-10 മിനിറ്റ് വേണ്ടിയല്ല, പക്ഷെ അരമണിക്കൂറിലധികം നടന്നതിന് ശേഷമാണ് എത്തിയെന്നാണ് പറഞ്ഞത്. അപ്പം അമ്മയെ സംബന്ധിച്ച് കാലത്തെ അകലത്തെയൊക്കെ അമ്മ അളന്നിരുന്നത് ജപമാല കൊണ്ട്. അമ്മ എന്തുമാത്രം അത്ഭുതങ്ങൾ ചെയ്തു ഈ ലോകത്ത്. കയ്യിൽ 5 രൂപയായിട്ട് മടം വിട്ട അമ്മ മരിക്കുമ്പോൾ 4000 കന്യാസ്ത്രീകൾ, ലോകത്തിന്റെ 400 ഭാഗങ്ങളും മടങ്ങൾ, ഏതാണ്ട് 40,000-ഓളം 50,000-ഓളം രോഗികളെ അമ്മ നോക്കിക്കൊണ്ടിരിക്കുന്നു, ഒരു പൈസ ഇല്ലാതെ. അത്ഭുതം പ്രവർത്തിച്ചില്ല അമ്മ. അമ്മയുടെ ശക്തി എന്താ? അമ്മ വിശുദ്ധ കുർബാന ജപമാലയാണ് അമ്മ പറഞ്ഞത്. വിശുദ്ധ കുർബാന ജപമാല. അമ്മ പറഞ്ഞു, രാവിലെ ഞാൻ വിശുദ്ധ കുർബാനയിൽ ഈശോയെ ആരാധിക്കും, തെരുവുകളിൽ കാണുന്ന പാവങ്ങൾ ഈശോയുടെ മുഖം കണ്ട് ഞാൻ അവനെ ആരാധിക്കും. അങ്ങനെ അമ്മയ്ക്ക് ജീവിക്കാൻ സാധിച്ച അമ്മയുടെ കയ്യിൽ എപ്പോഴെങ്കിലും ജപമാല ഇല്ല നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ സഭയുടെ ജീവിതത്തിലെ വിശുദ്ധരുടെ ജീവിതങ്ങളിലും എല്ലാം പാവപ്പെട്ട ഒരു ജോൺ മരിയ വിയാനി, അദ്ദേഹത്തിന് അറിയാവുന്ന ആകെ ജപമാല ചെല്ലാവും. അദ്ദേഹം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തെ സെമിനാരിയിൽ നിന്ന് പറഞ്ഞുവിടാൻ തീരുമാനിച്ച
അദ്ദേഹം സെമിനാരിയിൽ നിന്ന് പറഞ്ഞു വിടാതിരുന്നത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ? അന്ന് വൈദികരുടെ വലിയ ക്ഷാമം ഉണ്ടായിരുന്നോണ്ട് ചോദിച്ചു. ഈ ജോൺ മരിയ വിയാനിയെ പറഞ്ഞു വിടാതിരിക്കും എന്തെങ്കിലും ഒരു ന്യായം പറയാമോ? അതായത് അന്ന് അവരുടെ രൂപതം എത്രാൻ പോലും ഇല്ല. വികാരി എറണാളാണ് ഭരണം നടത്തിക്കുന്നത്. വികാരി എറണാളിനോട് റെക്ടറച്ചും പറഞ്ഞു, മോറൽ തിയോളജി അറിയത്തില്ല, ഈ മനുഷ്യൻ തോറ്റുപോയതാണ്. അപ്പൊ ഈ മനുഷ്യൻ ആകെ നന്നായിട്ട് ജപമാലയല്ല, ആ കാരണം പറഞ്ഞെങ്കിലും കൊടുക്കാം, നമുക്ക് ഒന്നുകൂടെ പരീക്ഷ എഴുതിക്കാം. ജോൺ മരിയ വിയാനോട് പറഞ്ഞു, തോറ്റുപോകും, പക്ഷെ എന്നാലും നീ ഒന്നുകൂടെ പരീക്ഷ എഴുതി, ജയിച്ചാൽ പട്ടം തരാം. അദ്ദേഹം ഒത്തിരി ജപമാല ചൊല്ലി പരീക്ഷ എഴുതി. എങ്ങനെയാ ജയിച്ചെന്ന് അദ്ദേഹത്തിന് ജയിച്ചു. അദ്ദേഹം വൈദികനായി. പിന്നീട് ആർസിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വിശ്വനാട് മുമ്പിൽ ജപമാല എല്ലാം മാത്രമേ അദ്ദേഹത്തിന് അറിയാമായിരുന്നുള്ളൂ. അങ്ങനെയാണ് അദ്ദേഹം ലോകത്തിൽ പ്രശസ്തനായ വിശുദ്ധനായി മാറിയത്. വൈദികരുടെ മുഴുവൻ മാതൃകാ പുരുഷനായി മാറിയ ഒരു പേര് ജപമാല ചൊല്ലിയാണ്. അതെ, ഈശോയുടെ ജീവിത രഹസ്യങ്ങളിലൂടെ ധ്യാനിച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി, ലോകം മുഴുവൻ വേണ്ടി ഇപ്പോഴും മരണസമയത്തും പ്രാർത്ഥിക്കണേ. അദ്ദേഹം ആർക്കു വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു, അവരെ എല്ലാം ദൈവം അനുഗ്രഹിച്ചു. ഇദ്ദേഹം ജപമാലയിലൂടെ ലോകത്തെ കീഴടക്കാൻ. ഇങ്ങനെ ജപമാലയിലൂടെ സഭ യുദ്ധങ്ങൾ കീഴടക്കേണ്ട കഥ നിരവധിയാണ്. വേറൊരു സംഭവം 1980 ഇത് അക്കാലത്ത് റോമിൽ വൈദികനാകാൻ പഠിച്ചുകൊണ്ടിരുന്ന ഫാദർ മാണി പുതിയരം എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി തിരുവന്റെ വികാരി എറണാളായിരുന്നു. DBയുടെ മാനേജിംഗ് എഡിറ്ററും ചെയർമാനും ഒക്കെ ആയിരുന്ന ഒരു അച്ഛൻ എന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്ന സംഭവമാണ്. അദ്ദേഹം റോമിൽ പഠിക്കാൻ. അന്ന് ഫിലിപ്പൈൻസില് ഫെർഡിനാൻഡ് എന്ന് പറയുന്ന ഏകാധിപതി ബാലറ്റ് യുദ്ധത്തിൽ തോറ്റുപോയി. കൊറോസോൺ അക്യൂന എന്ന് പറയുന്ന അതിനു മുമ്പത്തെ പ്രസിഡന്റിന്റെ ഭാര്യയാണ്, വെടിവെച്ച് കൊല്ലപ്പെട്ട അക്യൂനയുടെ ഭാര്യയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷെ ഇദ്ദേഹം അധികാരം കൈമാറാതിരുന്നപ്പോഴേക്കും സൈന്യം ജനങ്ങൾ പ്രക്ഷോഭകരായ നിരത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? പട്ടാളത്തെ കവചിത വാഹനങ്ങളിൽ ജനത്തെ നേരിടാൻ ഇറക്കിവിട്ടു. അപ്പൊ വലിയ സംഘർഷാവസ്ഥ മാനിലായി. ജനത്തെ മുഴുവൻ പേടിച്ചുല്ലോ എന്നുള്ള സ്ഥിതി. നമ്മൾ ടിയാനൻമെൻ സ്ക്വയർ ഒക്കെ ഓർക്കുന്നുണ്ടല്ലോ, അതുപോലെയുള്ള സാഹചര്യം മാനിലായിൽ ഫിലിപ്പൈൻസിൽ ഉണ്ടാവുകയാണ്. ആ സമയത്ത് ഫിലിപ്പൈൻസിലെ കത്തോലിക്ക സഭയുടെ പ്രൈമേറ്റ് കാർഡിനൽ സിൻ അദ്ദേഹം സഭയുടെ റേഡിയോ നിലയത്തിലൂടെ ചെന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു, നമുക്ക് യുദ്ധം ചെയ്യാൻ അവകാശമില്ല, പക്ഷെ നിങ്ങൾ ആരും വീട്ടിലിരിക്കരുത്, എല്ലാവരും ജപമാല എടുത്ത് തെരുവിലേക്ക് ഇറങ്ങാം, നിങ്ങൾ ജപമാല പ്രാർത്ഥിക്കാം, മറ്റു മുദ്രാവാക്യങ്ങളൊന്നും വേണ്ട. അവരെല്ലാം ജപമാല ഉച്ചത്തിൽ ചെല്ലാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാണീശ്വരനോട് നേരിട്ട് പറഞ്ഞാണ്, അവർക്ക് TV കണ്ടു അത്രേ. ഈ ടാങ്ക് ഓടിച്ചു വന്ന പട്ടാളക്കാരും ടാങ്കിൽ ഇരുന്നിട്ട് ജപമാല ഉയർത്തി പിടിച്ച് പ്രാർത്ഥിച്ചു. അന്ന് രാത്രിയില് ഫെർഡിനാൻഡ് മാർക്കോസിനെ അമേരിക്കയുടെ ഒരു എറാൻമൂളിയായിരുന്നു അദ്ദേഹത്തിനെ പ്രത്യേകമായി അവിടെ എയർലിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇങ്ങനെ പലതരത്തിലുള്ള പോരാട്ടങ്ങളിൽ സഭയ്ക്കും വിശ്വാസികൾക്കും ജപമാല കൂട്ടായിരുന്നതിന്റെ സംഭവങ്ങളുണ്ട്. ചെല്ലാതിരുന്നപ്പോ അല്ലെങ്കിൽ അത് വന്നപ്പോ നമുക്ക് സ്വീകരിക്കാമായിരുന്ന പല ക്രമങ്ങളും നഷ്ടപ്പെടുത്തിയതിന്റെ ഒരു സാഹചര്യം നമുക്കറിയാം. ഈ കൊറോണ വൈറസ് ഒക്കെ വീണ്ടും വന്ന വലിയൊരു കാലഘട്ടത്തിൽ സഭയിൽ വീണ്ടും ജപമാല ഭക്തിയും ജപമാലയോടുള്ള ബഹുമാനവും സ്നേഹവും ഒക്കെ ജനങ്ങളുടെ ഇടയിൽ നന്നായിട്ട് വർദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നത്. മരീൻ യൂക്കറിസ്റ്റ് മിനിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊക്കെ പങ്കാളികളിലായ ഒരു കൂട്ടായ്മ 24 മണിക്കൂറും ജപമാല പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 മണിക്കൂർ വാട്സാപ്പിലൂടെ ഞങ്ങൾ വാട്സാപ്പിലൂടെ പ്രാർത്ഥിക്കും. ഇങ്ങനെ സൂമിലൂടെ 24 മണിക്കൂറും ജപമാല പ്രാർത്ഥിക്കും. അങ്ങനെ എത്രയോ ഗ്രൂപ്പുകൾ കേരളത്തിൽ പോലും ഉണ്ട്. അപ്പൊ ലോകത്തിന്റെ ഭാഗങ്ങൾ എന്തുമാത്രം സ്ഥലം ജപമാല പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ ജപമാല പ്രാർത്ഥിക്കുന്നവരാണ് ഈ ലോകത്തെ താങ്ങി നിർത്തുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട ഇങ്ങനെ ഞാനൊരു കാര്യം കൂടി പറയാം. അതായത് ജപമാല ചൊല്ലണമെന്ന് അമ്മ പറഞ്ഞിട്ട് കേൾക്കാതിരുന്നിട്ട് സംഭവിച്ചൊരു സംഭവമാണ്. നിങ്ങൾക്കറിയാം, 1981 നവംബർ 28 മുതൽ ഗിബഹോയിൽ 1989 വരെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. അവിടെ 4-5 ക്രിസ്ത്യാനികളും അക്രൈസ്തവരുമായ, അതിനെക്കുറിച്ചൊക്കെ മലയാളത്തിൽ നല്ല പുസ്തകങ്ങളുണ്ട്. അവർക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇവിടെ രക്തപ്പുഴ ഒഴുകാൻ പോകുന്നു, നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. അതിന് ജനങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഈ നമ്മുടെ നാട്ടിൽ ചൊല്ലുണ്ടല്ലോ, വട്ടം പറഞ്ഞാൽ വാള കേൾക്കുമെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ എത്ര പേര് കേൾക്കും? വളരെ കുറച്ച് പേരെ കേൾക്കുള്ളൂ. കേട്ടവര് പ്രാർത്ഥിച്ചു കാണും, പക്ഷെ അറിയുക, ഇത് ഏറ്റെടുക്കാനും പ്രാർത്ഥിക്കാനും സാധിക്കാത്തത് കൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ നിങ്ങൾ അതിന് കേൾക്കുന്നവരത് പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, ഗിബഹോയിൽ രക്തപ്പുഴ ഒഴുകുന്ന ഒരു വലിയ കലാപം ഉണ്ടായി. 5 ലക്ഷത്തിലും 6 ലക്ഷത്തിലും പേരാണ് 1994 ഏപ്രിൽ 7 മുതൽ ജൂലൈ 15 വരെ നടന്ന അവിടുത്തെ വംശീയ കലാപത്തിൽ, 2 വർഗങ്ങൾ തമ്മിലുള്ള കലാപത്തിൽ വധിക്കപ്പെട്ടത്. 2.5 ലക്ഷം മുതൽ 5 ലക്ഷം വരെ സ്ത്രീകളാണ് ബലാത്സംഗം ചെയ്യപ്പെട്ടത്. ഇത്തരത്തിലുള്ള തിന്മകൾക്ക് പിശാചിനെ അഴിഞ്ഞാടാൻ സാധിച്ചത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് എന്ന് ഇന്ന് അവിടുത്തെ ജനമെങ്കിലും മനസ്സിലാക്കും. അവർ ജപമാല പ്രാർത്ഥിക്കുന്നു. അതായത് തിന്മയുടെ അതിപ്രസരത്തെ നേരിടാൻ ഇപ്പൊ നമ്മുടെ നാട്ടിലും പലതരത്തിലുള്ള ലവ് ജിഹാദുകളിലൂടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും നടന്നു, പള്ളിയിലെ എല്ലാ പരിപാടികളിലും
പങ്കെടുക്കുന്ന കഴുത്തിൽ കൊന്തയിട്ട് നടക്കുന്ന കുഞ്ഞൊക്കെയാണ് നാളെ കാലത്ത് എനിക്ക് ഇത് വേണ്ടെന്നും പറഞ്ഞ് പ്രത്യേകിച്ച് മുസ്ലിം ചെറുക്കന്മാരുടെ കൂടെ വിശ്വാസം പോലെ ഉപേക്ഷിച്ച് പോകുന്ന കഥകളൊക്കെ നമ്മൾ കാണും. ഇവിടെ നമുക്ക് ഒരു ആയുധമുണ്ട് ഉപയോഗിക്കാൻ. ആയുധം എന്താ? വാളല്ല. നമ്മൾ വാളിന്റെ ആൾക്കാരല്ല. വാളെടുക്കുന്നവൻ വാളാതെ നശിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാരിൽ അവൻ വിട്ടുപോയെന്ന് സുവിശേഷത്തിൽ പറഞ്ഞത്. കാരണം വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണത്. പക്ഷെ അറിയുക, നമുക്ക് സ്വർഗം തന്നിരിക്കുന്ന ഒരു വാളാണ്. അതാണ് ജപമാല. ആ ജപമാല ചൊല്ലി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഈശോയുടെ ശക്തി വ്യാപരിക്കും. അന്ധകാരത്തിന്റെ ശക്തികൾ തിന്മയുടെ ശക്തി നിർജ്ജീവമാവും. അവരെല്ലാം സഹോദരൻ, അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകണമെന്നുള്ള, അവരാരും നശിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം. അവർക്കെല്ലാം മാനസാന്തരം ഉണ്ടാകും. തങ്ങൾ ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റിൽ അനുദപിച്ച് അവർ സത്യദൈവത്തെ അറിയണം. യേശുവാണ് ഏകരക്ഷകൻ എന്ന് മനസ്സിലാക്കണം. സ്നേഹമാണ് ലോകത്തിന്റെ രക്ഷയുടെ വഴി എന്ന് മനസ്സിലാക്കണം. ആയുധമല്ല, വാളല്ല വിജയത്തിന്റെ വാതിൽ എന്നവർ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നില്ലേ, അവർ നിങ്ങളെ പീഡിപ്പിക്കുന്നത്, നിങ്ങളെ ബലിയർപ്പിക്കുന്നവൻ ദൈവത്തിന് നിങ്ങളെ കൊല്ലുന്നവൻ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു എന്ന് കരുതുന്ന കാലം വരുന്നു. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? എന്റെ പിതാവിനെ എന്നെ അറിയാത്തത് കൊണ്ടാണ്. സുവിശേഷ പ്രഘോഷത്തിൽ നമുക്കുണ്ടായിരുന്ന പരാജയം കൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉള്ളൊരു മാർഗം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലോകത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകം മുഴുവൻ യേശുവിനെ അറിയാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ദൈവം ഉപയോഗിക്കും. ചിലപ്പോൾ നമ്മളെ പ്രസംഗിക്കാൻ അവസരങ്ങളും ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ചിലരോട് പറയാൻ അവസരം ഉണ്ടാവും. മാനസാന്തരത്തിനുള്ള ഉപകരണങ്ങളായി ദൈവം നമ്മളെ ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കാൻ ഈ ജപമാല പ്രാർത്ഥനയിലൂടെ നമുക്ക് പ്രാപ്തരാകാൻ സാധിക്കും. അതാണ് ചരിത്രം നമുക്ക് തരുന്ന പാഠം. എത്രയോ അവസരങ്ങളിൽ വിജയിച്ചെന്ന് മാത്രമല്ല, ജപമാല ചൊല്ലാൻ അമാന്തിച്ചപ്പോഴെല്ലാം അബദ്ധങ്ങൾ ഉണ്ടായതിന്റെ, അപകടങ്ങൾ ഉണ്ടായതിന്റെ കഥകളും തിരുസഭയുടെ ചരിത്രത്തിലുണ്ട്. അത് ജപമാല ചൊല്ലാത്തത് കൊണ്ടാണ് അത് ഉണ്ടായത് എന്ന് ജപമാല ഭക്തര് പറയുന്നു. നിങ്ങൾക്ക് വിശ്വസിക്കുക, ഞാനത് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇന്ന് സഭ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇപ്പൊ നമുക്കറിയാം, പലയിടത്തും സഭാ നേതൃത്വത്തിലേക്ക് വെല്ലുവിളിച്ചൊക്കെ വലിയ സംഭവങ്ങളൊക്കെ നടക്കുന്നു. അതിനൊക്കെ എതിരായിട്ട് അവർക്ക് മാനസാന്തരം ഉണ്ടാകാൻ വിശ്വാസത്തോടെ നമുക്ക് ജപമാല ചൊല്ലാൻ സാധിക്കുമോ എന്നുള്ളതാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാൽ മാറ്റങ്ങൾ ഉണ്ടാവും. എങ്ങനെ ഐക്യത്തിലേക്കുള്ള വാതിൽ കവാടങ്ങൾ തുറന്നു കിട്ടും, അതിനൊരു സംശയമില്ല. പക്ഷെ ഞാൻ പിടിച്ചത് തന്നെ നടക്കണം എന്ന് പറഞ്ഞു തന്നാൽ ദൈവത്തിന് ഇടപെടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് നമുക്ക് ജപമാല പ്രാർത്ഥിക്കാം. യേശുവിന്റെ ശക്തി ലോകത്തിൽ വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് അത്ഭുതങ്ങൾ കാണാൻ പരിശ്രമിക്കുകയും ചെയ്യാം. ആമേൻ. ഓക്കെ, ഈ ഒരു കൊച്ചു സമയം ഞങ്ങളുടെ കൂടെ ആയിരിക്കുവാനും ഈ ഒരു സമയം ജപമാലയെ പറ്റി സംസാരിക്കാനായിട്ടൊക്കെ സാറ് കാണിച്ച ഒരു തീക്ഷ്ണതയെ ഞങ്ങൾ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. ജപമാല ഭക്തിയെക്കുറിച്ച് നമുക്ക് പല സംശയങ്ങളുണ്ടായിരുന്നായിരിക്കാം. നിങ്ങൾ ചോദിച്ച സംശയങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായി വരുന്നതുവരെ ഗുഡ് ബൈ.